അപ്പം അതാണ് 13 പറ്റില്ലേ? നോക്ക്, എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ നോക്ക്. നൈസ് ടു സീ യു. താങ്ക് യു ശ്രീധർ പ്രഭു. എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ നോക്ക്. ചോദിക്കാം കിച്ചൂട്ടാ, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. 13 തീയതി മാക്സിമം എല്ലാവരും എത്താൻ നോക്കൂ കേട്ടോ. നമുക്ക് ആ ഒരു ദിവസം ഇവിടെ ഹാപ്പി ബർത്ത്ഡേ മാതാജിന്നോ ആർക്ക്? പിന്നെന്താ, എന്നും ക്ഷേത്രത്തിൽ പോകും. അതിനെന്താ, 13 തീയതി വന്നാൽ നിങ്ങൾക്ക് 13 പ്രാർത്ഥിക്കാം, 14 പ്രാർത്ഥിക്കാം. നല്ല രസമല്ലേ നമ്മൾ ഗുരുവായൂർ ഒത്തുകൂടുന്നത്. മാക്സിമം വരാൻ നോക്കൂ എല്ലാവരും. 13 7th ബുക്കിംഗ് ലാസ്റ്റ്. കാരണം എന്താ അറിയോ, നമുക്കിവിടെ വേറെയും ഗസ്റ്റ് വരുമല്ലോ ഈ ഹോട്ടലിൽ. അപ്പം നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ എത്ര പേര് നോക്കിയിട്ട് വേണം എനിക്ക് അതിന് റൂം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ബെഡിൽ ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. നോക്കൂ, ഞാൻ കാണിക്കാം. ഇത്രയും വലുപ്പമുണ്ട് ബെഡ്, കണ്ടോ? ഈ ബെഡിൽ നിങ്ങൾക്ക് 3 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പം ഒരു റൂമിൽ 3 പേര് വെച്ച് നിന്നാൽ നമുക്ക് ഷെയർ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ റൂം റെന്റ്. അയ്യോ, ഇത് നിൽക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റേ, ഞാനിതൊന്ന് നിർത്തിയേക്കട്ടെ. നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം. മാക്സിമം വരാൻ നോക്കൂ കേട്ടോ. വന്ന് നമുക്ക് വർഷത്തിലൊരു ദിവസമല്ലേ. 3 പേർക്ക് കിടക്കാം. വലിയ ബെഡാണ്, 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. വലിയ ബ്ലാങ്കറ്റ്സ്, പില്ലോസ്. അതെ വനജ മാതാജി, ഗുരുവായൂരാണ്. എല്ലാം ഉണ്ട്. പിന്നെന്താ, വിളിച്ചാൽ മതി. റൂം കിട്ടുമോന്നോ നേരത്തെ ബുക്ക് ചെയ്യൂ. മഞ്ചേരീസിൽ വന്ന് താമസിച്ചവരെല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത്. ഇവിടെ ചായ കാപ്പിയൊക്കെ നിങ്ങൾക്ക് ഇടാം, ചൂടുവെള്ളം തിളപ്പിക്കാം, ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട്. പിന്നെ ബാത്റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ്, ചീപ്പ്, ഷാംപൂ, ബോഡി ലോഷൻ എല്ലാം ഉണ്ട്. ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാലും ഇതെല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് തന്നെയാണ് നടക്കുക. അപ്പം ബാക്കി എല്ലാ സൗകര്യങ്ങളും, പേസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഈ മാസം പറ്റില്ലേ സുജിത് പ്രഭു? നോക്ക്, സാധിക്കുമെങ്കിൽ വാ. വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അങ്ങനെ എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട്. വലിയ 2 ബ്യൂറോസ്, വലിയ ഒരു കണ്ണാടി, പിന്നെ ഇവിടെ മഞ്ചരീസിൻ്റെ തന്നെ മാതാജി, ശൈല മാതാജി. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ വലിയൊരു കണ്ണാടി. അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ബുക്ക് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പ്രാർത്ഥിക്കാം ശ്രീകല മാതാജി. ഓക്കെ, ക്ലാസ് എടുക്കാം കുമാർ പ്രഭു. എപ്പോഴും നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ലേ? സൗണ്ട് ഡിസ്റ്റർബൻസോ? അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഇവിടെ വേറെ സൗണ്ടൊന്നുമില്ല. ഭയങ്കര ക്ലോസ്ഡ് ആണ്. കണ്ണം പ്രഭു, ഹരേ കൃഷ്ണ. ഇവിടെ നല്ല ക്ലോസ്ഡ് ആണ്, AC റൂമല്ലേ. പ്രാർത്ഥിക്കാം. ദർശനയും ശ്യാമനും വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. കുറേ കുട്ടികളുണ്ട് മഞ്ചേരീസിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പേരെടുത്ത് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മറ്റുള്ള കുട്ടികളൊന്നും എനിക്ക് അറിയില്ലല്ലോ, ക്ലാസ്സിൽ വരുന്നവരല്ലേ അറിയത്തുള്ളൂ. കണ്ണൂരിൽ ഞാൻ ഗ്രൂപ്പിലിടട്ടെ, ആ അമ്പലത്തിൻ്റെ പേരും ആ ഒരു പോസ്റ്ററും കൂടെ ഗ്രൂപ്പിലിടാം. അപ്പം കണ്ണൂർ വന്നാൽ മതി. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അമ്മയ്ക്ക് അവിടെ വേറെ എന്തോ മൈക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും. കാരണം ഇത് AC റൂമാണ്, ക്ലോസ്ഡ് ആണ്. നോക്കൂ ശ്യാമ, എങ്ങനെങ്കിലും വരാൻ നോക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ക്ലാസ് എടുത്തിട്ട് വേണം നേരെ ഒന്നുകൂടെ പോയി ഗുരുവായൂരപ്പനെ കാണാൻ. എന്നിട്ട് വേണം ആ രുചികരമായ പ്രസാദം ഒന്ന് കഴിക്കാൻ. ആ പ്രസാദം കഴിച്ച് ആസ്വദിച്ചിട്ട് എനിക്ക് എറണാകുളം പോകാനുള്ളതാണ്. അപ്പോൾ വൈകിക്കേണ്ട. ഓക്കെ, വൈകാതെ വിജയ മാതാജിയുടെ മകൾക്കൊരു കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞിന് നമ്മൾ ഗുരുവായൂർ വെച്ച് ചോറും കൊടുക്കും. പോരെ? അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേന്നോ? കൃഷ്ണ ഗുരുവായൂരപ്പ, നല്ല ചോദ്യമായി. പ്രാർത്ഥിക്കാതെ പോവോ? കണ്ണൂർ 16 തീയതി. എന്തു പറ്റി? കേൾക്കുന്നില്ല എന്ന് പറയുന്നു. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉണ്ടാവുമല്ലോ, ചെക്ക് ചെയ്യൂ. താങ്ക് യു സുജിത് പ്രഭു. നമ്മുടെ റൂമിൽ ദിവ്യ വന്നത് 5 ബെഡിലല്ലേ. ഞാൻ എൻ്റെ സ്വന്തം റൂമിൽ. കേൾക്കാം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ശ്രീല പ്രഭുപാജിയുടെ അതിൻ്റെ മുമ്പേ ഗുരുവായൂർ മഞ്ചേരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41
ഓക്കെ, മാക്സിമം നമ്മുടെ ലൈവ് ഷെയർ ചെയ്യാം. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യാം. എത്ര പേരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കാൻ പറ്റുമോ അത്ര പേരിലേക്കും ക്ലാസ്സുകൾ എത്തിക്കുക. വാട്സപ്പ് മുഖേനയോ മെസ്സഞ്ചർ മുഖേനയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീതയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സംബന്ധമായിട്ടാണ് ഞാൻ വിളിക്കാം. ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീതയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇസ്കോണിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ആത്മീയ ആചാര്യൻ ശ്രീല പ്രഭുപാജിയുടെ ഗീത അത് മാക്സിമം നമുക്ക് മനസ്സിലാവും. എല്ലാം ഗീത എന്ന് പറഞ്ഞാലേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത് ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീതയാണ്. ആ ഗീത മഞ്ജരീസിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ശ്രീല പ്രഭുപാജിയുടെ ഗീത ഉപയോഗിച്ചാണ് ഞാൻ മഞ്ജരീസിൽ എല്ലാ ദിവസവും രാവിലെ 10:30 മണിക്ക് പ്രഭാത മഞ്ജരിയിലൂടെ ഗീത ക്ലാസ് എടുക്കുന്നത്. പിന്നെ ആ ഗീതയിൽ നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്ന 3-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഗുരുവായൂർ പോവുകയാണ് ഇന്നേ ദിവസം. അപ്പം പിന്നെ വിളിച്ചാൽ കിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊഴുത് വന്നിട്ടേ എന്നെ കിട്ടൂ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് വെക്കുക. കുറേ മെസ്സേജ് നോക്കാനുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ നോക്കി എല്ലാവർക്കും റിപ്ലൈ തരാട്ടോ. യാത്രയിലായതുകൊണ്ടാണ് നോക്കാത്തത്. ക്ലിയർ? അപ്പം നമ്മുടെ 29-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ പ്രകൃതേർ ഗുണ സമ്മൂഢാഹ സഞ്ചതേ ഗുണകർമ്മസു താനാകൃഷ്ണ വിദോ മന്ദാൻ കൃത്സനവിന്ന വിചാലയേത്. പ്രകൃതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ ഗുണസമ്മൂഢ, ഗുണങ്ങളാൽ വിഡ്ഢികളാക്കപ്പെട്ടവർ അല്ലെ. പ്രകൃതിയിൽ 3 ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെ 3 ഗുണങ്ങളാണ് പ്രകൃതിയിൽ നിയന്ത്രിക്കുന്നത് തന്നെ ഈ 3 ഗുണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ളതെല്ലാം മനുഷ്യനിലുണ്ട്. സോ ഈ 3 ഗുണങ്ങളും നമ്മളിലുമുണ്ട്. പക്ഷെ നമ്മൾ സാത്വിക ഗുണത്തിന് അടിമപ്പെടുന്നില്ല. നമ്മൾ അടിമപ്പെടുന്നതോ രജോ തമോ ഗുണങ്ങൾക്കാണ്. എപ്പോഴും ഇങ്ങനെ കളിക്കണം, ചിരിക്കണം, അതൊക്കെ വേണം ജീവിതത്തിൽ. പക്ഷെ അത് മാത്രം ആവാൻ പാടില്ല അല്ലെ. ഭക്തിയും വേണം, ഭഗവാനും വേണം, അടുക്കും ചിട്ടയുള്ള ജീവിതം വേണം. കാരണം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ 3 ഗുണങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടു പോയി കിടക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഫുൾ ടൈം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട ഒരു അലസതാ മനോഭാവം നമ്മളിൽ എല്ലാവരും വന്ന് പിടികൂടി കഴിഞ്ഞു. ഈ അലസതാ മനോഭാവമാണ് നമ്മളെല്ലാവരെയും ഒരു മൂഢ മനസ്സിന് അടിമകളാക്കി മാറ്റുന്നത്. ഓക്കെ, ചെയ്തരാം മാതാജി. UAE ഡെലിവറി ചെയ്യുമ്പോൾ പൈസ കൂടുതലാണ് പോസ്റ്റൽ ചാർജ്. പക്ഷെ വിഷമിക്കേണ്ട, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ശശി പ്രഭു അങ്ങനെയുള്ളവർ കുറച്ച് പേര് UAE അവരോട് ഞാൻ ചോദിക്കട്ടെ. അവരുടെ കെയർ ഓഫിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് മാതാജിക്ക് തരാൻ പറയാം കേട്ടോ. ഒന്നും പ്രശ്നമില്ല, ഞാൻ എത്തിച്ചേരാം. നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഗീത എല്ലാ ഭാഷകളിലും ഉണ്ട്, എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. ഇനി ഒരു ഭാഷ ഇല്ലെന്ന് തോന്നുന്നു, അത്രയും ഭാഷകളിൽ അദ്ദേഹം ഗീത പരിഭാഷപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളില് നമ്മൾ പറഞ്ഞ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഈ 3 ഗുണങ്ങളിൽ അങ്ങോട്ടേക്ക് ആളുകൾ അങ്ങ് വീണ് പോവുകയാണ്. പക്ഷെ അതിൽ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് സത്വഗുണമാണ്. മറ്റ് 2 ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലെന്ന് തന്നെ പറയണം. അമിതമായ ദേഷ്യം, വാശി, വെറുപ്പ്, എന്താ പറയുക, ഒരാളെ നശിപ്പിക്കണം എന്നുള്ള മനോഭാവം, അല്ലെങ്കിൽ ഫുൾ ടൈം കിടന്നുറങ്ങണം, നോൺ വെജ് കഴിക്കണം, സുഖിക്കണം, ഇത് മാത്രമാണ് മറ്റേ 2 ഗുണങ്ങളിലുള്ളത്. അപ്പൊ ഇതിലാണ് ഉള്ള ആളുകൾ മുഴുവൻ പോയി വീണു പോകുന്നത്. അപ്പൊ ഇതിൽ പോയിട്ട് ആളുകൾ ഇങ്ങനെ വീണു പോവാണ് ഈ 2 ഗുണങ്ങളിൽ, രജോ തമോ ഗുണങ്ങളിൽ. എന്നിട്ടോ അവർ അജ്ഞാനികളെ പോലെ ജീവിക്കുകയാണ്. അവർക്ക് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയണ്ട എന്നുള്ള ഭാവത്തിൽ സുഖമായിട്ട് ഇങ്ങനെ കള്ളും കുടിച്ച് കുറെ നോണും കഴിച്ച് അവരങ്ങനെ ജീവിച്ചു പോവാണ്. അവർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. തന്മൂലം അവയിൽ ആസക്തരാവുകയും അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിക്ഷുബ്ധരാക്കരുത്. അതായത് നമ്മളിപ്പോൾ ഒരു വെള്ളടി സംഘത്തിൽ പെട്ടുപോവാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ പറയും വേണ്ട എന്ന് പറയും. പക്ഷെ കൂടെയുള്ളവർ അത് കഴിച്ചു നോക്ക്, ടേസ്റ്റ് നോക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് ഒരു തെറ്റായ വഴിയിലേക്ക് നമ്മൾ എത്തിക്കും അല്ലെ. ഒരാൾ ഇങ്ങനെ എപ്പോഴും കുത്തിയിരുന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൽ വീണു പോകും. അങ്ങനെ മനസ്സിന് ഒരു കരുത്ത് ഇല്ലായ്മ വരുന്നത് എപ്പോഴാണ്? ഭഗവാൻ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുമ്പം. ഇപ്പൊ ഭഗവാൻ ശ്രീല പ്രഭുപാദ് കി ജയ്, ഭഗവാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരാളുടെ പ്രലോഭന വാക്കുകളിലും വീണ് പോവില്ല. എന്നാലും ഞാൻ പറയുന്നു, 1%, 2% നമ്മൾ വീണ് പോകാറുണ്ട്. കാരണം നമ്മൾ ആരും പൂർണ്ണരല്ല. ക്ലിയർ? നമ്മൾ ആരും പൂർണ്ണരല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ് പോകും. നാച്ചുറലി സംഭവിക്കുന്ന കാര്യം. പക്ഷെ ഒരു തിരിച്ചറിവ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും.
ഏതെങ്കിലും വഴിക്ക് നമുക്ക് കിട്ടും, അയ്യോ ഇങ്ങനെയൊന്നും പാടില്ല, ഇങ്ങനെയൊന്നും ജീവിക്കരുത്, ഇത് ശരിയല്ല, ഞാൻ ഇത്ര നാളും ഇങ്ങനെയൊക്കെ, ഇനി ഇങ്ങനെ പാടില്ല എന്നൊരു തിരിച്ചറിവ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ചു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ, അതുകൊണ്ട് തെറ്റുകൾ മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്, സ്വാഭാവികമാണ്. എന്നാൽ സത്വഗുണ സമ്പൂർണമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ്, സത്വഗുണ സമ്പൂർണമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശശിപ്രഭു പറയണം ഞാൻ വീണില്ല കേട്ടോ എന്ന്. ഗൾഫിലുള്ള ആരെങ്കിലും വെള്ളടിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ എല്ലാത്തിനും ശരിയാക്കും, വിസ എടുത്ത് ഞാൻ അങ്ങോട്ട് വരും. അപ്പം എന്ത് ചെയ്യണം, നമ്മുടെ സത്വഗുണ സമ്പൂർണമായ ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക, തെറ്റുകൾ സംഭവിച്ചവരോടും ക്ഷമിക്കാൻ പഠിക്കും അല്ലേ. സത്വഗുണത്തിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ക്ഷമ തന്നെ പറയണം. എന്താണെങ്കിലും ക്ഷമിക്കാം, മാക്സിമം ക്ഷമിക്കുക. ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പം അതിനൊരു ഭംഗിയുണ്ട്. നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തകൾ വരൂല. ചിന്തകൾ മാത്രമല്ല, നമുക്കൊരു പ്രതികാര മനോഭാവം വരില്ല. പ്രതികാര മനോഭാവം എന്ന് പറയുന്ന ഒരു തരം ക്യാൻസറാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടൊരു അതെ വിസ എടുത്തു വരും. അപ്പൊ പ്രതികാര മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും ഒരു എന്താ പറയാ, ഒരു വെറുപ്പ് വരും. നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കും. പ്രതികാര മനോഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ ലാളിത്യം ഉണ്ടാവില്ല. അവരുടെ മുഖത്തൊരു ക്രൂവൽ ഫേസ് ആയിരിക്കും അവർക്ക്. നമ്മൾ പറയില്ലേ, ഒരു ഭംഗി ഉണ്ടാവില്ല അവരുടെ മുഖത്ത്, ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവില്ല. അവരുടെ മുഖം കണ്ടാൽ എന്നിരിക്കും. അതേസമയം പ്രതികാര മനോഭാവം ഇല്ലാത്ത ഒരാൾ എന്തോ ആട്ടെ, എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ സംഭവിച്ചു പോയി അല്ലെ, സംഭവിച്ചു പോയി. തീർച്ചയായിട്ടും പ്രലോഭനം അതിജീവിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണു പോകും, ഉറപ്പാണ്. പ്രലോഭനം അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്, മനസ്സിലായില്ലേ. ഒരു പ്രലോഭനത്തിന് നമ്മൾ വീണു പോകരുത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രലോഭനമാണ്. അത് ചെയ്ത് ഇനി ആരും നമ്മളെ പ്രലോഭിപ്പിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ഇപ്പം ചെയ്യേണ്ട, പിന്നെ ആട്ടെ ഇങ്ങനെയൊക്കെ പല ചിന്തകൾ വരും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെ നമ്മൾ ഭക്തി കൊണ്ട് നിറയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാതെ കുറെ ചന്ദനവും വാരിപ്പൂശി, കുറെ വെള്ള ഡ്രസ്സ് ഇട്ട്, മഞ്ഞ ഡ്രസ്സ് ഇട്ട്, കാവി ഡ്രസ്സ് ഇട്ട്, എന്താ പറയാ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ ഭക്തിയാണ്, അതെ ലോകം തന്നെ ഒരു മായയാണ്, അപ്പൊ ഞാൻ വലിയ സംഭവമാണ് എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. എല്ലാവരും എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കണം, ഞാനാണ് ഏറ്റവും വലിയ സംഭവം, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ വേർഡേ ഉള്ളൂ. യാതൊരു തരത്തിലുള്ള പ്രലോഭനത്തിലും നമ്മൾ വീണു പോകാതെ ഇരിക്കുന്ന മനസ്സിന് ഉടമയായി മാറുന്ന അവസ്ഥയെ നമ്മളൊരു ഭക്തി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ 16 മാല ജപിക്കുക, ഉള്ളി വെളുത്തുള്ളി സവാള ഒഴിവാക്കുക, നോൺ വെജ് ഒഴിവാക്കുക, ചായ കാപ്പി ഒഴിവാക്കുക, അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സൊരു സ്റ്റേബിൾ ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ നോൺ വെജ് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു മുൻപ്. ഇപ്പൊ നമ്മളോട് നോൺ വെജ് നിറയെ പറ്റൂല എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ വന്നു അല്ലെ. നോൺ വെജ് വേണ്ട, ജയ് ഗുരുദേവ്, നോൺ വെജ് വേണ്ട, എന്താ പറയാ, ഓക്കെ ബേബി മാതാജി കണ്ണാടി കിട്ടിയല്ലേ, നോൺ വെജ് എനിക്ക് വേണ്ട, നോൺ വെജ് ഞാൻ കഴിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തത്? നമ്മൾ ഭഗവാനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. ആ ഒരു ഇഷ്ടം നമുക്ക് വന്നത് എങ്ങനെയാണ് ഭഗവാനോട്? നമ്മൾ ആ ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനുണ്ട്, അറിയോ? നമ്മൾ അറിയാത്തതും അറിഞ്ഞതുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഭഗവാനോടൊരു വലിയൊരു ആഗ്രഹം തോന്നും. ആ ഒരു ആഗ്രഹവും ആ ഒരു ഭയങ്കരമായ ആ ഒരു ഇഷ്ടവുമാണ് നമ്മളെ എന്നും ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. അങ്ങനെ ഉറപ്പിച്ച് നിർത്തി നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ പല തീരുമാനങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തും. നോൺ വെജ് കഴിക്കില്ല, ചായ കാപ്പി കഴിക്കില്ല, വേണ്ട, ആ ബന്ധം വേണ്ട, ഈ ബന്ധം വേണ്ട, ഇതാണ് ശരി. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരും. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ അത്ര നാളും വിശ്വസിച്ചിരുന്ന, നമ്മൾ ശരിയാണ് എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് തെറ്റാണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടും. ചില വ്യക്തികളാവാം, ചില സാഹചര്യങ്ങളാവാം. ഭഗവാൻ നമ്മളോട് അടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നാളും ഞാൻ അയ്യോ അവരെന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷെ അത് ശരിയല്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അത് ശരിയല്ലായിരുന്നു. നമ്മൾ ശരിയെന്ന് തോന്നിയ വ്യക്തികളായാലും ശരി, ബന്ധങ്ങളായാലും ശരി, സാഹചര്യങ്ങളാണെങ്കിലും ശരി, അത് നമുക്ക് ശരിയല്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ അത് നമ്മളിൽ നിന്ന് ആദ്യം ഒഴിവാക്കും. മനസ്സിലായില്ലേ? ആദ്യം നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
നമ്മുടെ ജീവിതം ഒരു എന്താ പറയുക, ഈ അരിപ്പയിൽ വെച്ച് വെള്ളമൊക്കെ അരിക്കുന്ന പോലെ പ്യൂരിഫൈ ആയി കിട്ടും. പിന്നെ കാലങ്ങൾ കുറേ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മൾ അയ്യോ അന്ന് അത് വേണ്ടായിരുന്നു, ഞാൻ അന്ന് അതിനു വേണ്ടി എന്തോരം കരഞ്ഞു. ചില ബന്ധങ്ങൾ തന്നെ എടുക്കാം. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് നമ്മൾ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി അത് വേണം 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 എന്ന് പറയും. നമ്മൾ കൈയും കാലും പിടിച്ചൊക്കെ നമ്മൾ നിൽക്കും. അങ്ങനെ പോയി 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 പിന്നെ നമ്മളിൽ നിന്ന് അത് അകന്നെ പോവും. അങ്ങനെ പോയി കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എന്താ, തിരിഞ്ഞു നോക്കുമ്പം ഓഫ് അത് വേണ്ട, അത് അന്ന് പോയത് എത്ര നന്നായി, ഇപ്പം അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഭഗവാൻ നമ്മളിൽ നിന്ന് അത് ഒഴിവാക്കിയതാണ്. അറ്റ് ദ ടൈം നമുക്ക് വിഷമം ഉണ്ടെങ്കിലും അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിന് നന്മയായിരുന്നു. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ദിവ്യ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന രീതിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്വഗുണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് ആരോടും ദേഷ്യമില്ല, നമ്മൾ ആരോടും ദേഷ്യപ്പെടണ്ട, നമുക്ക് ആരോടൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല. ആരും അങ്ങനെ ആവണം ഇങ്ങനെ അതൊന്നും നമുക്കില്ല. നമ്മളിങ്ങനെ കാറ്റിലിട്ട ഇല പോലെ നമ്മൾ അങ്ങനെ പോകുന്നു. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. നമ്മുടെ സന്തോഷം ഗുരുവായൂരപ്പനാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ പോണ സമയത്ത് നമുക്കാരും സന്തോഷം കൊണ്ടുതരൂല, അതുപോലെ നമുക്കാരും സ്വാതന്ത്ര്യവും കൊണ്ടുതരില്ല. നമ്മൾ കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക. മനസ്സിലാവുണ്ടോ? ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഇപ്പം എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചാൽ തന്നെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഞാൻ ഗുരുവായൂരുണ്ട്, അച്ഛൻ ഞാൻ ഇന്ന സ്ഥലത്തിറങ്ങി. അപ്പോൾ അവർക്കും അതൊരു ആശ്വാസമാണ് അല്ലേ. ഇന്നലെ ഇപ്പോൾ ഒരു മാതാജി നമ്മുടെ മാരാർക്കൊരു മെസ്സേജ് ഇട്ടു, ഞാൻ ഗ്രൂപ്പിൽ നിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. എന്ത് പറ്റി? ഒരു വിഷമം പറയാൻ വിളിച്ചപ്പോഴത്തേക്കും അവർക്ക് അതിനൊട്ടും സമയമില്ല, ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ അവർക്ക് പ്രത്യേക വ്യക്തികളോടാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പ്രത്യേക വ്യക്തികളോട് ഇഷ്ടം തോന്നുന്ന ഒരാളോട് ഞാൻ എന്തിനാ ആ ഗ്രൂപ്പിൽ, അവരുടെ ഗ്രൂപ്പിൽ, അയാളുടെ ഗ്രൂപ്പിൽ നിൽക്കണം, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. എനിക്ക് അവരോട് ഒരു വിഷമവും ഇല്ല. പക്ഷെ എന്താ സംഭവിച്ചാൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്ന് എനിക്ക് ട്രെയിൻ മിസ്സായി, രണ്ട് ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബസ്സിൽ ഈ 16-17 മണിക്കൂറുള്ള യാത്ര പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ബസ്സിൽ എനിക്ക് മൊബൈൽ ചാർജ് ചെയ്യാനൊന്നും ഒരു സൗകര്യവും ഇല്ല. അപ്പം മൊബൈൽ ഏകദേശം എടുക്കുക. അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും യാത്രയിലൊരു എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി ആരെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിൽ, ഇപ്പം ആരുടെ നമ്പറും നമുക്കധികം ബൈ ഹാർട്ട് അല്ലല്ലോ, ഒന്ന് വിളിക്കണമെങ്കിൽ അത് പ്രശ്നം. പിന്നെ നമ്മൾ 2 ലേഡീസാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ ലൈവിൽ പറഞ്ഞിരുന്നു എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ എത്തിയാലേ ഞാൻ ലൈവിൽ വരൂ, ഞാൻ അപ്പോഴേ മെസ്സേജൊക്കെ നോക്കൂ, ഞാൻ 6-ാം തീയതി വരെ യാത്രയിലായിരിക്കും, അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും എന്നെ പിന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അത് ആ സമയം അപ്പോഴാണ് എൻ്റെ ഫോണിൽ 8% ചാർജും. അതെന്താ പ്രശ്നം എന്നറിയോ? എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിനല്ല, എനിക്ക് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മോനും അച്ഛനും അമ്മയും ഒക്കെ ടെൻഷനാവും. കാരണം നമ്മൾ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യല്ലേ, അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവർ 10-70 വയസ്സായി, വെറുതെ എന്തിനാ അവർക്കൊരു ടെൻഷൻ കൊടുക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ യാത്രയിലാണ്, നിങ്ങൾ 6th ശേഷം വിളിക്കുകയും മാതാജി, എന്നിട്ടും അവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ, എനിക്കിപ്പോൾ ബസ്സിൽ ഇരുന്നുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്ന വിഷമം എനിക്ക് ആത്മാർത്ഥമായി കേൾക്കണം എന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോർത്ത് ഇപ്പം പറയല്ലേ, നിങ്ങൾ പിന്നെ വിളിക്കൂ. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അടുത്ത ഒരാളുടെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കണം. അവർ ഒരിക്കലും ഒരു മെസ്സേജ് ഇട്ടിട്ട് പോലും അവർ നോക്കുന്നില്ല എന്ന് പറയുമ്പം ഇത് മാത്രമല്ലല്ലോ എൻ്റെ ജോലി, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ലേ? അതിൻ്റെ ഇടയിൽ നോക്കാറുണ്ട്, രാത്രി കാലങ്ങളിൽ വരെ ഇരുന്നിട്ട് ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമാധാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ? നമ്മൾ സമാധാനത്തോടെ ഒരേ മനസ്സോടെ വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ അതിൽ നമ്മളുടെ അറ്റ് ടൈമുള്ള കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ ഉപേക്ഷിക്കുമോ? ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതേപോലെയാണ് വ്യക്തി ജീവിതങ്ങളും. നമ്മൾ ഒരിക്കലും ഒരാളുടെ നേരെയും നമ്മളൊരു ദേഷ്യം കാണിച്ചിട്ടോ ഒരു വെറുപ്പ് കാണിച്ചിട്ടോ, അല്ലെങ്കിൽ ഓക്കെ എല്ലാവർക്കും ദേഷ്യം വരും, എനിക്കും വരും, ഇല്ല എന്നല്ല, ദേഷ്യവും വെറുപ്പും എല്ലാം വരും. പക്ഷെ നമ്മൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മളിങ്ങനെ കുറച്ചായിട്ട് നമ്മൾ കൊണ്ടുവരണം അല്ലേ? എല്ലാവർക്കും ദേഷ്യം വരും. ഇപ്പം ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നല്ല, എനിക്കും ദേഷ്യം വരും. മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ് നേരത്തേക്കേ വരൂ, വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തീരും ചെയ്യും, പിന്നെ എനിക്ക് ചിരി തന്നെ വരത്തുള്ളൂ. പക്ഷേ നമ്മളത് കുറച്ച് കൊണ്ടുവരണം. എന്തൊരു നെഗറ്റീവ് വികാരമാണെങ്കിലും നമ്മൾ അതിനെ ഒറ്റയടിക്ക്, ഇപ്പം കുടിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് മദ്യം ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം അതേപോലെ നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരാം. നോൺ വെജ് ആണെങ്കിലും എന്തായാലും അങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ഈസി വേ ആണ് എന്തെന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്.
ആ ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെല്ലെ 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 നമ്മുടെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പുറത്തു വരാൻ പറ്റൂല, നമ്മൾ അതിൽ തന്നെ നിന്ന് നമ്മൾ നശിച്ചു പോവും. മനസ്സിലായില്ലേ? ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം. ഞാൻ ദേഷ്യപ്പെടൂല പോരെ. എനിക്ക് എന്താ പറയാ, അങ്ങനെയൊന്നും വരില്ല. അങ്ങനെയൊന്നും ദേഷ്യം അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ടി നഗർ പോയപ്പോഴേ ഒരു പെണ്ണ് ഒരു ഡ്രസ്സ് ഇട്ടേ. എനിക്കിപ്പോൾ അവരെ കുറ്റം പറയുന്നതിന് കുഴപ്പമില്ല, അവരിട്ട ആ ഡ്രസ്സ് അങ്ങനെ ആയിരുന്നു. അപ്പോഴേക്കൊരു ഓട്ടോൻ്റെ ചുറ്റും ഒരു 3 പേര് നിൽക്കുന്നുണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ ഇരിക്കുകയാണ്, അമ്മ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ അവിടെ ബ്ലോക്ക് ആയത് കാരണം ഈ ഓട്ടോക്കാരനെ ആ പെണ്ണ് ഇട്ട ഡ്രസ്സ് ആ ലേഡിയുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ഇങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുകയാണ്. ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ലേഡി അങ്ങനെ ഡ്രസ്സ് ധരിച്ചത് തെറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ ഈ നോക്കുന്ന ഓട്ടോക്കാരനെ തന്നെ ഞാനിങ്ങനെ നോക്കി. പക്ഷെ ഞാൻ അയാളെ നോക്കുന്ന അയാൾ കാണുന്നില്ല. അയാൾ ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ അയാളെ നോക്കി. അപ്പോൾ കൂടെ നിൽക്കുന്ന ആ 2 ഓട്ടോക്കാരന്മാർ എൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുക. അപ്പം ഞാൻ ഇവർ നോക്കുന്നത് കാണുന്നുണ്ട്. കാരണം ഇവർ 3 പേരും ഇങ്ങനെ അടുപ്പും കല്ല് വെച്ച പോലെയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇയാളുടെ മുഖത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന ആൾ എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്നെ വെച്ച്. ഞാൻ പറഞ്ഞു, എന്നോട് മുഖത്ത് നോക്കിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നതിലും ഭേദം കൂടെ നിൽക്കുന്നവനോട് ചോദിക്കുക എന്താ പറ്റിയതെന്ന്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, അമ്മ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞു. വണ്ടി നിർത്തി. ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണേ, എന്നാ ചുങ്കിലേക്ക് ഏൻ അപ്പടി പാക്കുറീങ്ക. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ അല്ലേ, ഞാനൊരു പുരുഷനെ കണ്ണെടുക്കാതെ നോക്കിയപ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ അങ്ങനെ നോക്കുന്നത് എന്ന്. അപ്പം നിങ്ങളുടെ കൂടെ നിന്ന കൂട്ടുകാരൻ ആ സ്ത്രീ ഒരു ഡ്രസ്സ് ചെയ്ത് പോയപ്പോഴേക്കും എന്താ ഇതിന് മാത്രം നോക്കാനുള്ളത്? അപ്പം അയാൾ ആരും നോക്കി. ഞാൻ പറഞ്ഞു, തിരിഞ്ഞു നോക്ക്. തിരിഞ്ഞു നോക്കിയപ്പോഴും ഇയാൾ ആ പെണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു വസ്ത്രമായിരുന്നു ആ സ്ത്രീ ഇട്ടത്. അപ്പോൾ അവർ പറയാം, അയ്യോ സോറി ഇങ്ങേ. ഞാൻ പറഞ്ഞു, ഇതിൽ സോറി എല്ലാം പറയേണ്ടത് നല്ല മര്യാദ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പം വേഗം അടുത്ത് വെച്ചു ഇങ്ങനെ തോണ്ടി. ഞാൻ പറഞ്ഞു, ഏങ്ക കേവലമായില്ല உங்களுக்கு, கொஞ்சம் சென்ஸ் இருக்கு உங்களுக்கு, உங்களுக்கு ஒரு அம்மா இருக்கு, உங்களுக்கு ஒரு വൈഫ് ഇരിക്കാന്ന് എനിക്ക് തെരിയില്ലെങ്കിൽ, ഒരു സിസ്റ്റർ ഉണ്ട്, പിന്നെ എന്തോന്നിരിക്കുന്ന അത്ര നോക്കാൻ എന്ന് ചോദിച്ചു. നിങ്ങളും അതുപോലൊരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നല്ലേ വന്നത്, അതുപോലൊരു സ്ത്രീയുടെ പാല് കുടിച്ചല്ലേ നിങ്ങളും വളർന്നത്, പിന്നെ എന്തോന്നിരിക്കുന്ന ഇതിന് മാത്രം നോക്കാൻ, നാണം കെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ ആകെ വല്ലാണ്ടായി പോയി. അപ്പം മറ്റേ പെണ്ണാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മാന്യമായി വസ്ത്രം ധരിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞിട്ട് എന്ത് കാര്യം, അതങ്ങനെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടക്കേട് വരും. ഞാനത് ചിലപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ ചോദ്യം ചെയ്തെന്നും വരും. അതർവൈസ് എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല. ഈവൻ സഞ്ജൂട്ടനോട് പോലും ദേഷ്യം വരാറില്ല. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളൊരു സമാധാനത്തോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്തിട്ട് പോകും. സമാധാനമില്ലാതെ വയലൻസ് അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ആരോടായാലും ശരി, എനിക്ക് വയലൻസ് ഇഷ്ടമേ അല്ല. നമ്മൾ സമാധാനത്തിൻ്റെ രൂപത്തിൽ സംസാരിച്ചാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. നമ്മൾ വയലൻസിൻ്റെ രൂപത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പം നമുക്ക് ഭഗവാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഹമാണ് ആത്മാവെന്ന മിഥ്യാവബോധം വെച്ച് പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു അല്ലെ. നമ്മളെല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ് ഞാൻ എന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ എവിടെ പോവും? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരമാണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് നമ്മളെല്ലാം ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ, ഞാൻ, ഇതൊക്കെ എവിടെ പോയി? നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരം എന്തായാലും എന്താണ്, നശിച്ചു പോവും. അപ്പം ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ശരീരമല്ല. ആക്ച്വലി അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അപ്പം ഈ ആത്മാവിന് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, ഒരു സ്ഥാനമാനങ്ങളും വേണ്ട, ഒരു അലങ്കാരങ്ങളും വേണ്ട, ഒന്നും വേണ്ട. ശരീരത്തിനാണ് സ്ഥാനമാനങ്ങളെല്ലാം വേണ്ടത് അല്ലെ. അപ്പൊ ശരീരമാണ് ഇതിലെല്ലാം മുഴുകിയിരിക്കുന്നത്, ആത്മാവല്ല ഇതിൽ മുഴുകിയിരിക്കുന്നത്. അപ്പം ഈ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നാരായണ ഈ ശരീരത്തെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. എപ്പോഴും വീടുകളിലായാലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും ശരി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വഴക്കിടുന്നത് അല്ലെ. അധികാരം, സ്ഥാനമാനങ്ങള്,
അല്ലെങ്കിൽ ഒരു ഇതൊക്കെ തന്നെയാണ് അവരുടെ എല്ലാവരുടെയും ആവശ്യം. ഇതൊന്നും വേണ്ട എങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. அம்மு கொஞ்சம் இங்கே வாங்க அம்மு. അപ്പോൾ സ്ഥാനമാനങ്ങളിൽ നിന്ന്, താങ്ക് യു സുജാത മാതാജി, സ്ഥാനമാനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ നമ്മൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടും. അതല്ല സ്ഥാനമാനങ്ങളിൽ നിന്ന്, ജയ് ശ്രീ രാധേ രാധേ, സ്ഥാനമാനങ്ങളിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടൂല ജീവിതത്തിൽ. ഈ സ്ഥാനമാനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആത്മാവല്ല, ശരീരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് നമ്മളല്ല, ഇതൊരു വസ്ത്രമാണ്. ഇന്നിപ്പം ഞാൻ ഈ ടോപ്പ് ഇട്ടു അല്ലേ, அம்மு நீங்கள் படுத்துக்கோமோ, நிறைய கால்ஸ் வந்துட்டு இருக்கு மஞ்சரிஸில். ஒருவேளை ரூம்ஸுக்கெல்லாம் ஆயிருக்கலாம். ஒரே ஒன்று சொல்லிவிடு, கிளாஸ் எடுத்துகிட்டு இருக்கு, ஒரு 1 hour கழித்து ஃபோன் பண்ண சொல்லுங்கள். 1 hour இல்லைன்னா ஒரு 2 hours കഴിഞ്ഞ് சொல்லுங்கள். കോയിലേക്ക് പോകണമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എന്നായാലും നശിച്ചു പോകും അല്ലേ. നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, നമ്മൾ വെറുതെ കലഹിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ. കലഹിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ നമ്മുടേതായ ഒരു സന്തോഷത്തിൽ, സമാധാനത്തിൽ ഈ ശരീരം നശിക്കാനുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബന്ധുമിത്രാദികളെ ഒന്നും നമ്മൾ ഇതാക്കരുത്. അങ്ങനെ ഒരു സ്ഥാനം, ഇപ്പം മഞ്ജരീസിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ഒരാൾ വലുത്, ഒരാൾ ചെറുത്, അങ്ങനെയൊന്നും ആർക്കും ഒരു ഇതുമില്ല. നമ്മളെല്ലാവരും തുല്യരാണ് അല്ലേ. നിങ്ങളെല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ എടുക്കാറുണ്ട്. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കാറുണ്ട്. നമ്മൾ ഒരേപോലെ ഇരുന്ന് തമാശയും കളിയും ഒക്കെ പറയാറുണ്ട്. നിങ്ങൾക്കൊപ്പം ഞാനും കൂടുന്നു, എനിക്കൊപ്പം നിങ്ങളും കൂടുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അതിലൊരു സന്തോഷമുണ്ട്. അല്ലാണ്ട് ഞാൻ തന്നെ എല്ലാത്തിനും അധികാരി, മുതലാളി എന്ന ഭാവത്തിലൊക്കെ നടക്കുമ്പോൾ അതൊരു വേസ്റ്റാണ്, അതിലൊരു സുഖമില്ല. ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം. നമ്മളെന്ന് പറയുന്ന ആത്മാവിന് നിലനിൽക്കാൻ ഭൗതിക പ്രകൃതി നൽകിയ ഒരു ഉപഹാരം, ഒരു ഗിഫ്റ്റ്, അതാണ് ഈ ശരീരം. ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആത്മാവായിട്ട് ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ണുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്, എനിക്ക് കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഉപഹാരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അഹങ്കരിക്കരുത്. ഈ ശരീരം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ശാരീരിക ബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദൻ അഥവാ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു അലസനാണെന്ന് പറയപ്പെടുന്നു. മന്ദൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബോധത്തിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് മന്ദിപ്പ് എന്ന് പറയുന്നത്. അവരാണ് മന്ദന്മാർ. ശരീരബോധത്തിൽ മാത്രം ജീവിച്ച് ശരീരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തികളാണെങ്കിൽ അവർ മന്ദന്മാർ തന്നെയാണ്. അവരാണ് എപ്പോഴും എൻ്റെ എനിക്ക് എന്നുള്ള ബോധത്തിൽ നടക്കുന്നത്. അല്ലാത്തവരൊരിക്കലും അങ്ങനെ നടക്കൂല. അവരവരുടേതായ ഒരു സന്തോഷത്തിൽ എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട്, എന്താ പറയുക, ദേഷ്യവും വാശിയും വെറുപ്പും പ്രതികാരവും ഒന്നുമില്ലാതെ എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ അത്രത്തോളം ക്ഷമിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. ഓക്കെ, അവർ ഈ ശരീരബോധം ഉള്ളവരെന്താണ്, ഓക്കെ മോനെ. അപ്പൊ ഈ ശരീരബോധമുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞരാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ. അജ്ഞരാണ് ശരീരബോധമുള്ളവര്. ഭാഗവതം ഇസ്കോണിന്റെ ആണെങ്കിൽ 10,000 രൂപയാണ്. ഓക്കെ, അത് ബോംബെയിൽ നിന്ന് ഞാൻ നേരിട്ട് എത്തിച്ചേരാം. പിന്നെ അത് 18 വോളിയൂംസ് ഉണ്ടാവും. കുറേ വലിയ ബുക്കാണ്, നമ്മൾ വായിച്ചു തീരാൻ അത്ര പെട്ടെന്നൊന്നും തീരൂല. പിന്നെ ഭാഗവതത്തിന്റെ ഇസ്കോണിന്റെ തന്നെ ദശമസ്കന്ധം ഉണ്ട്, ഒന്ന് കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതിൽ ഭഗവാന്റെ എല്ലാ ലീലകളും, ഭാഗവതത്തിലെ എല്ലാ ലീലകളും വർണ്ണിക്കുന്നുണ്ട്. അതാണെങ്കിൽ 400 രൂപ മറ്റുമാണ്. പിന്നെ ഒരു ഭാഗവതം ഉണ്ട് 650 രൂപ. അത് ഇസ്കോണിന്റെ ഭാഗവതമല്ല, അല്ലാത്ത ഒരു ഭാഗവതത്തിൽ എല്ലാ കഥകളും കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പൊ ഏതാ വേണ്ടതെന്ന് മഞ്ജരീസിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതുന്നത് അജ്ഞന്മാരുടെ സ്വഭാവമാണ്. ഓക്കെ, മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഭഗവത്ഗീത 400. അപ്പം ഇപ്പൊ നമ്മുടെ അച്ഛൻ, അച്ഛമ്മ, വല്യച്ഛൻ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ശൈലജ മാതാജി, അപ്പൊ അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ശാരീരിക ബന്ധുത്വമാണ്, ആത്മീയ ബന്ധുത്വമല്ല. ആത്മാവുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഭഗവാനായിട്ട് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ. ഒരിക്കലും നമ്മളാരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയാ, ആത്മാവ് എൻ്റെ അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. ശരീരമുള്ള കാലം വരെ മാത്രമേ നമ്മൾ റെസ്പെക്ട് ചെയ്യൂ. മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ആള് മരിച്ചു, ഇന്ന ആളെ എപ്പോൾ എടുക്കും എന്ന് ചോദിക്കില്ല. ശവം എപ്പോഴാണ് എടുക്കുക, ബോഡി എപ്പോഴാണ് കൊണ്ടുപോകണത്? കാരണം അത് വേസ്റ്റായി, അത് കഴിഞ്ഞു, അത് ശവമായി, ബോഡി ആയത്, അതിന് അത്രയും വാല്യൂ ഉള്ളൂ. പക്ഷേ ആ ബോഡി കത്തിച്ചു കഴിഞ്ഞാലും ആ ആത്മാവിനെ പ്രതി നമ്മൾ എന്നും അവരെ ഓർക്കുന്നുണ്ട്, അല്ലെ? ആ ആത്മാവിന് വേണ്ടിയിട്ടാണ് പിന്നീടുള്ള നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ആ ഒരു ശരീരം നശിച്ചതിന് ശേഷവും നമ്മൾ ആ ആത്മാവിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആ ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ആലോചിച്ച് നോക്കണം. വളരെ ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തീർന്നു. പിന്നെ നമ്മൾ അത് അന്വേഷിച്ച് പോകുന്നില്ല. അതിൻ്റെ ചിതാഭസ്മൊക്കെ എടുത്ത് ഒഴുക്കി പിന്നെ അതങ്ങ് തീർന്നു, അല്ലേ? പക്ഷേ പിന്നീടുള്ള കാലങ്ങൾ അത്രയും നമ്മൾ ആ ആത്മാവിന് വേണ്ടിയിട്ടാണ് പൂജ ചെയ്യുന്നത്, വഴിപാടുകൾ ചെയ്യുന്നതും ആ ആത്മാവിന് വേണ്ടിയാണ് ബലിയുടെ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ ആത്മാവിന് ആ മരണശേഷം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആ ആത്മാവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഞാനെന്ന ഭാവം, അത് സത്യമാണ്. ആ ഭാവം കളഞ്ഞിട്ട് മരിച്ചതിന് ശേഷം കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. ആ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഭക്തിയിലൂടെ ആയിരിക്കണം. ഭഗവാനുമായിട്ട് നമ്മൾ എപ്പോഴും ആത്മാവ് പരമാത്മാവുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. ഭഗവാനുമായിട്ട് ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ വെച്ചിട്ട്, കിച്ചുടനെ കാണാൻ എൻ്റെ സുഖമില്ല അല്ലേ, ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനോട് അടുത്ത് ജീവിക്കണം. ആത്മാവിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു തോൽവി സംഭവിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഭൗതികമായ തോൽവികൾ വരും, ജോലി ഇല്ലാതിരിക്കാം, വീടില്ലാതിരിക്കാം, അങ്ങനെ തോൽവികൾ വരും. അതൊക്കെ നമ്മുടെ ശരീരം പോലെ തന്നെ നശ്വരമാണ്. മനസ്സിലായില്ലേ? ആത്മീയമായിട്ട് നമുക്കൊരു തോൽവി സംഭവിക്കില്ല. ആത്മീയമായിട്ട് തോൽവി സംഭവിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടില്ല. എപ്പോഴും മനസ്സമാധാനം ഉണ്ടാവും. താൻ പിറന്ന നാടിനെ പൂജാർഹമായും മതാചാരങ്ങളെ ആത്യന്തിക ലക്ഷ്യങ്ങളായും കരുതപ്പെടുന്നു. സാമൂഹിക സേവനം, രാഷ്ട്രീയം, പരോപകാരം എന്നിവയിലാണ് ഭൗതികമായിരിക്കുന്ന ഉപാധികളോടുകൂടിയ അവർ പ്രവർത്തിക്കുക, അല്ലെ? എപ്പോഴും സാമൂഹികമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഈ ഒരു സറൗണ്ടിങ്സിൽ നിന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ആത്മാവിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല. അതങ്ങനെ ഇട്ടേക്കും. അത്തരം ലക്ഷ്യങ്ങളാൽ ആകൃഷ്ടരായവർ എപ്പോഴും ഭൗതിക മേഖലയിൽ ജോലി തിരക്കിലായിരിക്കും. എപ്പോഴും പറയും, അയ്യോ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, ഞാൻ അങ്ങനെ പോണു ഇങ്ങനെ പോണു. അവർക്ക് മറ്റൊന്നിനും സമയമില്ല. ഗീത കേൾക്കാൻ സമയമില്ല, മറ്റൊരു കാര്യം ചെയ്യാൻ സമയമില്ല. ഇപ്പം ഈ ലൈവിലിരിക്കുന്ന 118 പേര്, ഇവർക്ക് എന്താണ് സമയമില്ലാഞ്ഞിട്ടാണോ? ഒരുപാട് സമയം ഇവർക്ക് എന്താ 24 മണിക്കൂർ എന്നുള്ള ഭഗവാൻ 25 മണിക്കൂർ ആക്കി കൊടുക്കണം? ഇല്ല. അവർ ഭൗതികമായിരിക്കുന്ന പലതും മാറ്റി വെച്ചിട്ടാണ് ഭഗവാന്റെ കാര്യം കേൾക്കാൻ. അതും ഗുരുവായൂർ മണ്ണിൽ വെച്ച് ഞാൻ പറയുമ്പോൾ, അല്ലെ? ഗുരുവായൂർ മണ്ണിൽ വെച്ച് ഭഗവാനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് കേൾക്കാൻ അവർക്ക് ആ ഇഷ്ടം വന്നത് എന്തുകൊണ്ടാണ്? അവർ ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ ആ കാര്യം ഭഗവാന്റെ മണ്ണിൽ വെച്ച് പറയുമ്പം അവരത് കേട്ടുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികതയിൽ അവർ അഡിക്ഷൻ അല്ല. ക്ലാസ് കഴിയട്ടെ, കുറച്ചു നേരം ക്ലാസ് കേട്ടെ, എന്നിട്ട് ബാക്കി ചെയ്യാം എന്ന മനോഭാവം അവർക്കുള്ളിൽ, നിങ്ങൾക്കുള്ളിൽ വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ട്. അതില്ല എങ്കിലോ, മാതാജി പിന്നെ കേൾക്കാട്ടോ, സമയമില്ല കേട്ടോ, പിന്നെ ആട്ടേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവും. ഇതിപ്പം കേരളത്തിലിരുന്ന് മാത്രം കേൾക്കുന്നവരല്ല, ദുബായിലിരുന്നും അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നൊക്കെ കേൾക്കുന്നവരുണ്ട്. അവരൊക്കെ അതിൽ വെയിറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഭഗവാനുമായിട്ട് അടുപ്പുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഭൗതിക മേഖലയിൽ ഭയങ്കര ബിസിയാണ്. എനിക്കാണെങ്കിലും വൈകിട്ടാകുമ്പോഴേക്കും എറണാകുളത്ത് എത്തണം, വേണേൽ എനിക്കിന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ അല്ല, ഭഗവാന്റെ മണ്ണിൽ വെച്ച് അത് എടുക്കുമ്പോൾ അതിന് നമുക്കൊരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അല്ലെ? ഭഗവാനെ കണ്ടിട്ട് എന്നിട്ട് മതി ബാക്കി. എനിക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ലേറ്റ് ആയാലും കുഴപ്പമില്ല, എനിക്ക് എന്നിട്ട് ഭഗവാന്റെ കഴിഞ്ഞിട്ട് മതി ബാക്കി. ആ ഒരു ചിന്ത കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആവുന്നത്. ആ ഡെഡിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഭൗതികതയിലെല്ലാം നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കണം. നമ്മുടെ ജോലി, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ എല്ലാം, ദാമ്പത്യം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട്, ഇതെല്ലാം സുതാര്യമായി നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കണം. ഭഗവാനുമായിട്ട് നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഭൗതികമായിരിക്കുന്ന എല്ലാം നമുക്ക് സുതാര്യമായിട്ട് നിൽക്കും. ഖത്തറിലാണോ സന്തോഷ് പ്രഭു? മാതാജി എറണാകുളത്ത് ഞാൻ മിക്കവാറും മരടിലായിരിക്കും വരുന്നത്, പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് എവിടെയാണ് മീറ്റിംഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൂടാ, പുതിയൊരു പ്രൊജക്റ്റിൻ്റെയാണ്, അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഭഗവാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോകത്ത് കാണുന്ന സകലതും നമ്മൾക്ക് കിട്ടത്തുള്ളൂ. മക്കളുടെ സ്വഭാവം നന്നാവണമെങ്കിൽ
നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കണമെങ്കിൽ, നമ്മുടെ അമ്മായി അച്ഛൻ ഇവരൊക്കെ നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്തണമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, ജോലി വേണമെങ്കിൽ, സമ്പത്ത് വേണമെങ്കിൽ, എല്ലാത്തിനും നമുക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ഗുരുവായൂരാണ്, നമ്മൾ ആദ്യം ഭൗതികതയ്ക്ക് 2ാം സ്ഥാനം കൊടുത്തിട്ട് ആത്മീയതയ്ക്ക് നമ്മൾ ഫസ്റ്റ് സ്ഥാനം കൊടുക്കണം. മനസ്സിലായില്ലേ? അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാനുണ്ടാവുകൊണ്ട് ഗുരുവായൂർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര ഓടിയാലും നടക്കൂല. അതേസമയം ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടിട്ടേ മറ്റെന്തും ചെയ്യൂ എന്ന തീരുമാനം ഉണ്ടെങ്കിൽ, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവാന്റെ കാര്യം കേട്ടിട്ടേ എനിക്ക് മറ്റെന്തും ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? സൂപ്പർ രമണൻ പ്രഭു, വായിക്കൂ കേട്ടോ. അപ്പം പിന്നെന്താ പറയുന്നത്, ആത്മസാക്ഷാത്കാരം എന്നത് അവർക്കൊരു കെട്ടുകഥയാണ് അല്ലെ. ഭഗവാനെ അറിയാത്ത ആൾക്കാർക്ക് ആത്മസാക്ഷാത്കാരം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വെള്ളത്തിൽ പോയിട്ട് ഒരു വര വരച്ച പോലെയാണ് അവരുടെ സ്വഭാവം. അവർക്ക് അതൊന്നും അറിയേണ്ട കാലം. അവർ ഈ ലോകത്ത് ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ താല്പര്യമില്ല അല്ലെ. നമുക്ക് താല്പര്യമുണ്ട്. കാരണം എന്താ, നമുക്ക് ഭഗവാൻ വേണം. ഭഗവാനിലൂടെ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കൂ. നമ്മൾ അത് നേടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം ലഭിക്കൂ എന്ന് നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ ഇല്ലേ നമുക്കൊന്നും കിട്ടൂല. ആത്മസാക്ഷാത്കാരം പോയിട്ട് ആത്മാവ് പോലും നമുക്ക് ഉണ്ടാവില്ല. അതാണ് വാസ്തവം. അപ്പൊ ഭഗവാനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുറന്ന മനസ്സോടുകൂടി അദ്ദേഹത്തെ ധ്യാനിക്കണം. ആ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന വെങ്കിടാചലപതി ഗുരുവായൂരപ്പനെ നമ്മൾ ഹൃദയം കൊണ്ട് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഭഗവാന്റെ മുമ്പിലേക്കുള്ളൊരു വഴി തുറന്നു കിട്ടും. ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ പാലിച്ച് നമ്മൾ ഭഗവാനിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തായി? ആത്മസാക്ഷാത്കാരം കിട്ടും. ആ ആത്മസാക്ഷാത്കാരം ഇനിയുള്ള കോടാനുകോടി വർഷങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി തരും. ഇതാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെന്താ പറയുന്നത്, അഹിംസ മുതലായ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് അല്ലെ. എപ്പോൾ നോക്കിയാലും അവർക്ക് കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും കംപ്ലൈൻസ് ഇത് തന്നെയായിരിക്കും. അഹിംസ അവരുടെ ഒരു മുതൽക്കൂട്ടാണ്. മനസ്സിലായില്ലേ? എന്താ പറയാ, അഹിംസയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അത് ഒരു ഭക്തിയുള്ള ഒരു മനസ്സായി. അതേസമയം ഹിംസയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് കംപ്ലൈൻസ് ഒഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ, കംപ്ലൈൻസ്, ഇതെല്ലാം വിട്ടുകളാ. അഹിംസാ മനോഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് ഭക്തിയുള്ള ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണമാണ്. അഹിംസയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിംസിക്കാൻ അറിയാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഭക്തിയുടെ ഒരു തുടക്കമാണത്. മനസ്സിലായില്ല? അങ്ങനെ ഹിംസിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ നോൺ വെജ് ആദ്യം സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് വേണ്ട. എന്തിനു വേണ്ടിയിട്ട്? കാരുണ്യ പ്രവർത്തനത്തിലും പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും. നമ്മുടെ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തം എന്താണ്? പ്രാഥമികം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്. ധാർമ്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധർമ്മമുള്ളത്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ. അപ്പൊ ഇതിലെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. മനസ്സിലായില്ലേ? സാരില്ല, നമ്മൾ ഇതിലെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കും. അഹിംസ നമ്മൾ സൂക്ഷിക്കും മനസ്സിൽ. അതുപോലെ നമ്മൾ ധാർമ്മിക സിദ്ധാന്തങ്ങളിൽ നമ്മുടെ ഇതുപോലെ തൊഴുതു. ഇനി രണ്ടാമതും തൊഴാൻ പോവാണ്. അപ്പം നമ്മൾ ധാർമ്മികമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ, അതായത് ധർമ്മമുള്ള ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം നമ്മുടെ മനസ്സ് നമ്മൾ അങ്ങ് കേന്ദ്രീകരിക്കും അല്ലെ. ഭഗവാനെ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും. ഇനി ഭഗവാനെ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇതിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അവരവരുടേതായ ഒരു ഭൗതിക ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകും. ആ ജീവിതം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും തന്നെ ഇല്ല. ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴിമാറ്റാൻ ശ്രമിക്കരുത്. ഒരിക്കലും നമ്മൾ ആത്മീയ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളെ നമ്മൾ വഴി തെറ്റിക്കരുത്. നിങ്ങൾ അത് കേൾക്കാതെ നിൽക്കരുത്. നിങ്ങൾ ഇത് എവിടെ നിന്ന് വേണമെങ്കിലും സത്സംഗം കേട്ടോളൂ. ഞാൻ അങ്ങനെയാ പറയാറ്. പലരും വിളിച്ച് എന്നോട് മാതാജി ഞാൻ അവരുടെ സത്സംഗം കേട്ടോട്ടെ. അയ്യോ, നിങ്ങൾ എവിടെ വേണമെങ്കിലും കേൾക്കൂ. ഞാൻ അതാ പറയാം. നിങ്ങൾ കേൾക്കാതിരിക്കല്ലേ, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് എവിടെ കേൾക്കണമോ അവിടെ എല്ലാം നിങ്ങൾ സത്സംഗം കേൾക്കൂ. ഭഗവാനെ കുറിച്ച് ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂ. അതിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ച മനോഭാവവും വെക്കരുത്. എൻ്റെ ക്ലാസ് മാത്രം കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ മറ്റൊരാൾ പറയും അല്ലെ. മറ്റൊരാളിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്നിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എവിടെല്ലാം കാണാൻ സാധിക്കുമോ അവിടെ എല്ലാം നിങ്ങൾ പോകൂ. ഭഗവാനെ കുറിച്ച് നിങ്ങൾക്ക് എവിടെല്ലാം കേൾക്കാൻ പറ്റുമോ അവിടെ എല്ലാം നിങ്ങൾ കേൾക്കൂ. ആരുടെ വായിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അവസരം ഉണ്ടായാലും നിങ്ങൾ കേൾക്കണം. ആ അവസരം പാഴാക്കരുത്. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴി മാറ്റാൻ ശ്രമിക്കരുത്. മനസ്സിലായില്ലേ? നമ്മളിപ്പം ആത്മീയ ജീവിതത്തിൽ അറിവ് ലഭിച്ചു. നമുക്ക് കുറേ കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് മനസ്സിലായി. ഭൗതിക ജീവിതത്തിൽ അവരങ്ങനെ മുഴുകി ജീവിക്കുകയാണ് കുറേ ആൾക്കാർ. നമ്മൾ അവരെ വഴി മാറ്റാൻ ശ്രമിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അവർ വഴി മാറൂല. അവരെങ്ങനെ വഴിമാറും? ജന്മങ്ങൾ എടുത്തിട്ട്. ചില വ്യക്തികളോട് നമ്മൾ പറയണം, അയ്യോ നിങ്ങൾ ഇങ്ങനെ ജീവിക്കല്ലേ, നിങ്ങൾ ജപിക്കൂ, നിങ്ങൾ എന്താ ഇങ്ങനെ, നിങ്ങൾ അമ്പലത്തിൽ പോകും, ഭഗവാനെ കാണും. ചാൻസ് ഇല്ല, കേൾക്കില്ല. അവർ പറയലെന്താ,
ഈ ലോകം നിങ്ങൾ എന്തിനെങ്ങനെ ജീവിക്കുന്നത്? ഈ ലോകത്ത് എല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ളതാണ്. എല്ലാം ഭഗവാൻ നമുക്ക് തിന്നാൻ തന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ നോൺ കഴിക്കരുത് എന്ന്? ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കാം. അപ്പൊ നമ്മൾ ഞാനാണ് എന്താ പറയാന്നറിയോ? ഓ ശരി, ആയിക്കോട്ടെ. ഈ ലോകം നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും കലിയുഗം നിലനിൽക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഭഗവാൻ ഓൾറെഡി നിങ്ങളെ സ്കെച്ച് ചെയ്തിട്ടതാന്ന് പറയും. അത്രയും ഞാൻ പറയാം, നിങ്ങളെ ഭഗവാൻ സ്കെച്ച് ചെയ്തിട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തിന്നും കുടിച്ചും ജീവിക്കുന്നത്. അടുത്ത ജന്മത്തിൽ തിന്നാൻ വായ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? തിന്നാൻ തന്നെ ഇല്ല. അതാണ് നമ്മൾ ഒരിക്കലും അവരെ വഴിയിൽ നിന്ന് അവരെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ നോക്കിയിട്ട് കാര്യമില്ല. അവർ നടക്കൂല. ആ ജീവാത്മാവ് അങ്ങനെയാണ്. ആ ജീവാത്മാവ് ഇനിയും ജന്മങ്ങൾ എടുത്താൽ മാത്രമേ അവർ നന്നാവൂ. അങ്ങനെ എടുക്കാൻ വിധിക്കപ്പെട്ടവർ അങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. തങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ നിശബ്ദം തുടർന്ന് പോവുകയാണ് വേണ്ടത്. ശ്രീല പ്രഭുപാജി പറയുന്നു, നമ്മൾ നല്ല വഴിക്ക് തിരിച്ചുവിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ അവരെ അങ്ങ് വിട്ടേക്കണം. അവരെ വഴിക്ക് അങ്ങോട്ട് പോട്ടേന്ന് വിചാരിക്കണം. താങ്ക് യു അമർ. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. അവരെ വഴിക്ക് പോട്ടേന്ന് വിചാരിക്കും. നമുക്ക് തിരുത്താൻ കഴിയൂല. അവരെ നമ്മൾ എത്ര ശ്രമിച്ചാലും തിരുത്താൻ പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്യണമെന്നറിയോ? നിശബ്ദം നമ്മൾ നമ്മുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ തുടർന്ന് പോവുക. ചില വീടുകളിൽ ചില അമ്മായിയമ്മമാര്, ചില അമ്മായിയപ്പന്മാര്, ചില ഭർത്താക്കന്മാര്, കുട്ടികള് ഇവരൊക്കെ വെജ് ആവാൻ സമ്മതിക്കില്ല. നോൺ വേണം എന്ന് പറഞ്ഞാൽ ഒറ്റ കാലിൽ അവർ നിൽക്കും. കാരണം എന്താ? അവർ ഭഗവാനെ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കുറേ ശ്രമിച്ചു നോക്കും, എന്നിട്ടും അവരാവുന്നില്ല എന്നാണെങ്കിൽ ഓ ശരി, നിങ്ങൾ കഴിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിക്കേ. ഒരു ദിവസം ഈ സാധനത്തിനോട് നിങ്ങൾക്ക് അറപ്പും വെറുപ്പും വരുന്നൊരു ദിവസം വരും, ഇല്ലെങ്കിൽ ഒരു ജന്മം വരും. അന്ന് നിങ്ങൾ നന്നാവും എന്നേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്കിപ്പോൾ അതിൽ വിഷമിച്ച് കരഞ്ഞ് പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ചില സ്ത്രീകൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. ഒരു രക്ഷയില്ല. അവർ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഭർത്താക്കന്മാർ ചീത്ത വിളിക്കാനും അമ്മായിയമ്മമാര് ചീത്ത വിളിക്കാനും എല്ലാം കിടന്ന് ബഹളം ഉണ്ടാക്കണം. നോക്കാം സ്മിത മാതാജി, എല്ലാം ബഹളം ഉണ്ടാക്കണം. പിന്നെ അവരെന്ത് ചെയ്യും? അവർക്ക് കുക്ക് ചെയ്യാൻ നിവർത്തിയില്ല. പാവം. എന്നിട്ട് അവരങ്ങ് സഹിച്ച് പിടിച്ച് കുക്ക് ചെയ്യും. സഹിച്ച് പിടിച്ച് കുക്ക് ചെയ്ത് അവർ ഭഗവാനെ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി അവർ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാൻ എന്തെങ്കിലും നിവേദ്യം വെച്ച് മാല ജപിച്ചിട്ടൊക്കെയാണ് അവർ പിന്നെ ഈ നോണൊക്കെ തൊടാൻ പോകുന്നത്. ഇതൊക്കെ എനിക്കറിയാം മഞ്ജരീസിലൂടെ. ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഇതില്ല, സാഹചര്യം ഇല്ല. അപ്പൊ എനിക്ക് നോൺ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സുഖമായിട്ട് വെജും കുക്ക് ചെയ്ത് വെജും കഴിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകണം. ഇനി എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെയും എൻ്റെ വീട്ടിൽ അവിടെ ആർക്കെങ്കിലും നോൺ വേണമെങ്കിൽ എനിക്ക് അവിടെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് അതും പ്രശ്നമല്ല. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ് എന്ന് കരുതി എനിക്ക് ഹിംസിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ മനുഷ്യന്മാരെ ഇങ്ങനെ നിങ്ങൾ കുക്ക് ചെയ്യരുത്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, ഭർത്താവല്ല വലുത്, ഭഗവാനാണ് വലുത് എന്നൊന്നും എനിക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാരണം ചില ഭർത്താവ് വലുതാണ്. നമ്മൾ ഈ ഭൗതികതയിലല്ലേ ജീവിക്കുന്നത്. നമുക്ക് അവരെ കൊണ്ട് ആറ്റിലോ തോട്ടിലോ കളയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കാൻ നിർബന്ധിതരാവാണ്. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പക്ഷെ നമ്മൾ കഴിക്കുന്നില്ലല്ലോ. ഞാൻ അങ്ങനെയാ ചിന്തിക്കുക. ഭഗവാനെ അത് കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. ആ ഒരു ശക്തി അവർക്ക് കൊടുക്കൂ കൃഷ്ണ എന്നാണ് ഞാൻ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാറ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി. കാരണം നമുക്ക് ഭർത്താക്കന്മാരെ കളയാൻ പറ്റില്ല, മക്കളെ കളയാൻ പറ്റില്ല, അമ്മായിയമ്മനെയോ അമ്മായിയച്ഛനെയോ നാത്തുമാരെയോ ഒന്നും കളയാൻ പറ്റില്ല. അവരോട് നമുക്ക് ചീത്ത കേൾക്കും. അവർ നമ്മളെ പിടിച്ച് ആറ്റിലോ തോട്ടിലോ കൊണ്ട് കളയും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബന്ധങ്ങളും വേണം, നമുക്ക് കുടുംബവും വേണം, ഭഗവാനും വേണം. വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജപിച്ചുകൊണ്ട് കുക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാം. അങ്ങനെ ജപിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ആ ഒരു ജപത്തിന്റെ ശക്തി ആ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ അത് ആരാണോ കഴിക്കുന്നത് അവർക്കത് മതി എന്നൊരു തോന്നൽ വരും. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി അവരെല്ലാവരും മാറും. മനസ്സിലാവുന്നില്ലേ? നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. അല്ല നമ്മൾ വഴക്കിടാൻ പോകരുത് അവരോട്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും തൊടില്ല, ഞാൻ കുക്ക് ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാ വീട്ടിലെ സാഹചര്യവും ഒരുപോലെ ഒന്നും ആയിക്കോണമെന്നില്ല. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം അല്ലേ? പിന്നെന്താ പറയുന്നത്? നമ്മൾ അവരെ മാറ്റാൻ നോക്കിയിട്ട് കാര്യമില്ല, മാറൂല. പക്ഷെ മഹാമന്ത്രത്തിന് മാറ്റാൻ കഴിയും. അപ്പൊ മഹാമന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർ ഉറപ്പായിട്ടും മാറും. അവർ മാറാതിരിക്കില്ല. മൂഢന്മാർക്ക് കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല. മനസ്സിലായില്ലേ? മൂഢന്മാർക്ക് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ എത്ര കൃഷ്ണാവബോധത്തോടെ നമ്മൾ ചെയ്താലും അത് എന്താ പറയാ, ആ കർമ്മങ്ങളെ അവർ ഉൾക്കൊള്ളില്ല. നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുന്നത്, ദാമോദരാരതി ചെയ്യുന്നത്, കോലമിടുന്നത്, നിവേദ്യം വെക്കുന്നത്, ഇതൊന്നും ഭഗവാനെ അറിയാത്ത ആൾക്കാർക്ക് ഉൾക്കൊള്ളാനാവില്ല. അത് അവരെ കുറ്റമല്ല. ആ ആത്മാവിന് ഭഗവാനെ അറിയാനുള്ള സമയമായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ആത്മാവിന്
ഭഗവാനെ അറിയാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ കുറ്റം പറയരുത് ഒരിക്കലും കേട്ടോ. ഒരു അമ്മായിയമ്മനെയും അമ്മായി അച്ഛനെയും മക്കളെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തരുത്. കാരണം വെച്ചാൽ അവർക്ക് ആ ആത്മാവിന് അതായത് നമുക്ക് വാശി പിടിക്കാം. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനോടും അമ്മനോടും എനിക്ക് വാശി പിടിക്കാം, പക്ഷെ എൻ്റെ മോനോട് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം ആ ബന്ധം വേറെ, എൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള എൻ്റെ ബന്ധം വേറെ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് എടുക്കാൻ പറ്റുന്ന അത്ര പൂർണ്ണ സ്വാതന്ത്ര്യം എൻ്റെ മോൻ്റെ അടുത്തോ ഭർത്താവിൻ്റെ അടുത്തോ മറ്റുള്ള കാര്യങ്ങളിലും എനിക്കിപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അടുത്തോ എടുക്കാൻ പറ്റൂല. അങ്ങനെയുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എന്തോരം വേണമെങ്കിലും വാശി പിടിക്കാം, കാരണം അത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഞാൻ വാശി പിടിച്ചാൽ ആ വാശി അവരെനിക്ക് ചിലപ്പോൾ നടത്തിത്തരും, ചിലപ്പോൾ നടത്തി തരൂല. അപ്പം ഞാൻ അച്ഛനും അമ്മയും നോൺ കഴിക്കരുത്, കഴിച്ചാൽ ഞാൻ വരൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അവർ കഴിക്കില്ല. ഞാൻ ചെന്നാൽ മതി എന്നാണ് അവർക്ക്. അപ്പം അവരതങ്ങ് നിർത്തും. പക്ഷെ എൻ്റെ മോൻ്റെ അടുത്ത് പറയണേ പോ മമ്മി അവിടെ നിന്ന് പറയും, മമ്മിയുടെ കാര്യം നോക്കിപ്പോ, മമ്മിക്ക് ഇഷ്ടമുള്ള മമ്മി കഴിച്ചു, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ കഴിക്കുന്ന പറയും. കാരണം തലമുറ അങ്ങനെ ആയേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാശി പിടിച്ച് നമ്മൾ ഇതാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് പറയണ കഴിക്കണ്ട വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കഴിക്കണല്ലേ, നീ കഴിക്കണ്ട, നീ ആരാ എന്നെ പഠിപ്പിക്കാന്ന് ചോദിക്കും. അതിലും ഭേദം മിണ്ടാണ്ടിരിക്കണല്ലേ. എന്തിനാ അത് വടി കൊടുത്ത് അടി മേടിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പം എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയിട്ട് രാജു നീ കഴിക്കാൻ പാടില്ല, രാജു എൻ്റെ സ്വഭാവം മറന്നാൽ നീ പൊടി എടുന്നെന്ന് പറയും. നീ വേണേ നീ തിന്നണ്ട, എനിക്ക് തിന്നണം എന്ന് പറയും. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയാവും. പിന്നെ എൻ്റെ ഈ നീണ്ട നഖങ്ങൾ അവനുള്ള ആയുധമാണ്. അത് അവൻ്റെ മുതുകിൽ ഇഷ്ടം പോലെ ഉണ്ട്, അവൻ്റെ കയ്യിലും ഉണ്ട്. പിന്നെ അത് ഭയങ്കര വഴക്കവും. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി അമ്മ അവൻ്റെ കൂടെ നിൽക്കും, അച്ഛൻ എൻ്റെ ഭാഗത്ത്. പിന്നെ അവർ തമ്മിൽ അടിയാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മമ്മ വന്ന് ഇടപെടും. അങ്ങനെ 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 അതൊരു വലിയൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറും. അപ്പം എന്ത് ചെയ്യുക, ഈ മഹായുദ്ധത്തിന് നമ്മൾ തിരികെ കൊടുക്കണ്ട. എനിക്ക് വേണ്ടപ്പ സ്വാമി, നിങ്ങൾ കഴിക്കാതിരിക്കുകയോ ചെയ്തു. ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. അപ്പം ഞാൻ എനിക്ക് വേണ്ടി കഴിക്കുമ്പോൾ അപ്പോഴും അവൻ കളിയാക്കും. എൻ്റെ ആങ്ങൾ അപ്പോഴും എന്നെ ചൊറിയാൻ വരും. ഞങ്ങളുടെ വീട്ടിലൊരു മാഡമുണ്ട്, അവള് വലിയ സ്വാമി ദിവ്യാനന്ദ സരസ്വതി പുത്രി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു പേരൊക്കെ അവൻ നീട്ടിണ്ടാക്കി തരും. ഉള്ളി കഴിക്കില്ല, വെളുത്തുള്ളി കഴിക്കില്ല, സവാള കഴിക്കില്ല, മീൻ കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. മാഡം ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയും. എന്നാൽ വീട്ടിൽ നിർത്തും അവൻ അതും നിർത്തില്ല. അവൻ പുറത്തിറങ്ങി അവൻ്റെ കൂട്ടുകാരായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിലൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ ദേ ഞങ്ങളുടെ വീട്ടിലെ വെജിറ്റേറിയൻ പോണു, സസ്യബുക്ക് എന്ന് പറയും. ഞാനിത് വഴിയാണോ റോഡാണോ എന്ന് നോക്കൂല. അവിടെ നിന്ന് ഒരു കല്ലെടുക്കും, ഒരൊറ്റ ഏറി നീ പോടാന്ന് പറയും. അങ്ങനെയാണ് ഞാനും എൻ്റെ ഏട്ടനും. നീ ആരാടാ എന്നെ പറയാം, ഞാൻ വീട്ടിൽ പോയി ഇപ്പം പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ പരാതിക്കെട്ടഴിക്കുമ്പോൾ അച്ഛൻ പറയും നീ എന്തിനാണ് അവളെ വഴി കളിയാക്കിയത്? ഉടനെ അമ്മ പറയും പിന്നെ വഴി കളിയാക്കിയെന്നും പറഞ്ഞ് ഇതെന്താ ഇവളെ ഈ നാട്ടുകാർക്കൊന്നും അറിയാത്ത, എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് അവളെ കൈ കിടക്കുന്ന വള ഊരി പോവോ, അവനൊരു തമാശ പറഞ്ഞില്ല അത് അവൾക്ക് അങ്ങനെ എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ദിവസങ്ങൾ പോകുന്നത്. കാരണം എന്താ, നമുക്ക് വ്യക്തിബന്ധങ്ങളും വേണം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും വേണം അല്ലേ. അപ്പം ആ വ്യക്തിബന്ധങ്ങളിൽ നമുക്കൊരിക്കലും എന്താണ് അടം പിടിക്കാൻ പറ്റില്ല, മീൻസ് വാശി പിടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും വ്യക്തിബന്ധങ്ങളിൽ വാശി പിടിക്കരുത്, നമുക്ക് ജപിക്കാം. അങ്ങനെ ഞാൻ എപ്പോഴും അവനോട് പറയും നോക്കിക്കോടാ, നീ ഒരു ദിവസം ഇതെല്ലാം നിർത്തൂടാ, നിനക്ക് അലർജി ആവൂടാന്ന് പറയും. ഒട്ടനെ അവൻ ആർത്ത് വിളിക്കും, അമ്മാ എനിക്ക് വരട്ടുചൊറി വരുന്നു ഇവള് പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അടുത്തത് വിളിച്ച് പറയാതാ, അമ്മാ ഇവള് പറയാണ് എനിക്ക് വരട്ടുചൊറി വരുമെന്ന്. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അപ്പോഴേക്ക് അമ്മ വന്നിട്ട് അവളെ നാക്ക് ഞാനിന്ന് ചവിട്ടി പൊരിച്ചു കൊടുക്കുക. കാലത്ത് തന്നെ കുത്തിയിരുന്ന് ജപിക്കുന്ന നാവാണ്. 100 പ്രാവശ്യം ഞാൻ ഈ ആനേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചെക്കൻ്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയരുത്. പിന്നെ അമ്മ തുടങ്ങും വന്നിട്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും. അപ്പം അച്ഛൻ ചോദിക്കും എന്താണ്? ഏട്ടൻ്റെ ഭാര്യ ഉണ്ടാവും. ഏട്ടൻ്റെ ഭാര്യ ഇതൊക്കെ കണ്ടു നിന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ സംസാരിക്കാത്ത കുട്ടി പറഞ്ഞു കൊടുക്കും, മമ്മ പറയാണ് അച്ഛന് വരട്ടുചൊറി വരുന്നു. അപ്പം അച്ഛൻ നീ എന്തിനാ അങ്ങനെ പറയും? ഞാൻ ഇവനെന്തിനാ മീൻ തിന്നുകൊണ്ടിരിക്കണത്, ഇവന് മീനും ചിക്കനൊക്കെ ഒന്ന് നിർത്തിക്കൂടെയെന്ന്. അവസാനം എന്തുണ്ടായി, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പാ, ഒരു ദിവസം രാവിലെ ഇവൻ കപ്പയും മീനും കഴിച്ച് ഇവന് ഫുൾ ചൊറിച്ചിലായി. അങ്ങനെ അമ്മ പറഞ്ഞു രാജു ചിലപ്പോൾ നീ കഴിക്കുന്ന എന്തെങ്കിലും അവന് സുഖമില്ലല്ലോ, എന്തെങ്കിലും മരുന്നിൻ്റെ അലർജി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നിങ്ങൾ കഴിച്ച ഫിഷ് എന്താണെന്ന് വെച്ചാൽ അയിലമീൻ എന്തുവാണ് കഴിച്ചത്, ഇനി കഴിക്കണ്ട കേട്ടോ, അത് പറ്റൂല നിങ്ങൾക്കുന്നത്. അപ്പം ഞാനിതറിയില്ല. പിന്നെയും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വേറെ എന്തോ കഴിച്ചാൽ അതും ഇതായി. അപ്പം ഇനിയിപ്പോൾ ഫിഷ് വേണ്ടാന്നായി. അങ്ങനെ ഇവൻ പറഞ്ഞു അമ്മ എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞാൽ അമ്മ മുറ്റത്തൊരടുപ്പുണ്ടാക്കി, ഞങ്ങളെ വീട്ടിൽ കയറ്റൂല ഇപ്പം, മുറ്റത്തൊരടുപ്പിൽ വെച്ച് ഇവന് ചിക്കൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പം എൻ്റെ ഏട്ടൻ്റെ മോള് വിളിച്ച് എന്നോട് ഇത് പറഞ്ഞു, മമ്മ കോഴീനെ വെച്ചിട്ടുണ്ട്, അമ്മമ്മ അങ്ങക്ക് കോഴീനെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. രാജു എന്നാണ് അവൻ്റെ പേര്. അപ്പം ഇവക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഇവള് രാക്കു എന്നാണ് വിളിക്കുക. രാക്കുവിന് കോഴീനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അമ്മയ്ക്കും കിട്ടും മോനും കിട്ടും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ
2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായി. ഡോക്ടർ നിങ്ങൾ ഇനി നോൺ കഴിക്കണ്ട, സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങൾ വെജ് കഴിച്ചാൽ മതി എന്നാണ് എഴുതി കൊടുത്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇത് പറയുന്നില്ല, അമ്മയും പറയുന്നില്ല, മോനും പറയുന്നില്ല. അപമാനമല്ലേ, എൻ്റെ മുന്നിൽ താഴ്ന്നു പോയല്ലോ അവർ 2 അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ പച്ചക്കറി, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ പച്ചക്കറി കൊണ്ടിടും, കുറേ പച്ചക്കറി ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഫുൾ വെജ്. ഞാൻ അടുക്കളപ്പുറത്ത് പോയി നോക്കിയപ്പോൾ അവിടുത്തെ അടുപ്പിലൊന്നും ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിമിഷേ നിന്റെ ഭർത്താവിന് ഇപ്പോൾ ഇവിടെ നോണൊന്നും വെക്കാറില്ലെന്ന് ചോദിച്ചു. അപ്പം നിമിഷ ചിരിച്ചു, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ചിരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തിനാ അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണം, നിനക്ക് മിണ്ടാണ്ടിരിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കിത് അറിയാനുള്ളൊരു ജിജ്ഞാസ ഭയങ്കരമാണല്ലോ. അപ്പോൾ ഞാൻ ഓടി അമ്മമ്മൻ്റെ അടുത്ത് പോയി, തറവാട്ട് പോയി വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയാം, അമ്മമ്മ ഇപ്പം അവിടെ മീനൊന്നും വെക്കില്ലേ? അപ്പം അമ്മ പറഞ്ഞു, എന്തോ പറയാനാടി, നിനക്ക് അറിയാണ്ട എൻ്റെ പൊന്നു മോളെ രാജുവിനാകെ ചൊറിച്ചിലിളകില്ല. അയ്യോ എനിക്കങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേല കൃഷ്ണ, ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ അവിടുന്ന് ഇങ്ങനെ ചിറക് വെച്ച പോലെ പറന്ന് എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവനവിടെ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ ചില്ലറക്കാരനല്ല മോനെ, ഹരേ കൃഷ്ണ, വരട്ട് ചൊറി വരുവടാ നിനക്ക്, ഇനി നീ കഴിച്ചാൽ നിൻ്റെ കാര്യം പോക്കാടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയാം, ശരി കേട്ട്. ഞാൻ പറയും, ഇതാണ് മോനെ ഗുരുവായൂരപ്പൻ, ഇതാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ഭക്തിയാണ് ആള്. 4 മണിക്ക് എണീറ്റ് അമ്പലത്തിലൊക്കെ പോവും. ഞാൻ പറയും, ഇപ്പം മനസ്സിലായോ? ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതവിടെ സ്റ്റോപ്പായി. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജപിക്കുക. ജപത്തിലൂടെ നമുക്ക് എന്തും മാറ്റിയെടുക്കാൻ സാധിക്കും, മനസ്സിലായില്ലേ? മാക്സിമം നമ്മൾ ജപിക്കുക. നമ്മൾ ജപിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, അല്ല നമ്മൾ വഴക്കിടാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ വരട്ട് ചൊറി ആരും മറക്കണ്ട. അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൂഢന്മാർക്ക് കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യത്തെയും അഭിനന്ദിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവർ മൂഢന്മാരാണെങ്കിൽ അവർക്ക് അഭിനന്ദിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ പറയരുത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച്, ഞാൻ ഇത്രയും നേദ്യം വെച്ച്, അപ്പം നിങ്ങൾക്കൊന്ന് വന്ന് പ്രാർത്ഥിച്ചൂടെ, നിങ്ങൾക്കൊന്ന് ഭഗവാനെ നോക്കിക്കൂടെ, ഇതൊന്നും നമ്മൾ ആവശ്യപ്പെടരുത്. ഒരു കാര്യമില്ല, വരൂല. കാരണം എന്താ അറിയോ, അവർ മൂഢരാണ്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം, മൂഢാ നിനക്ക് എന്തറിയാം ഭഗവാനെ കുറിച്ച്. അങ്ങനെ നമ്മൾ ചിന്തിക്കും, നമ്മൾ സ്വയം ഹാപ്പി ആവാം. അവരെന്തെങ്കിലും പറയുന്ന സമയത്ത്, വലിയ സന്യാസി വന്നിരിക്കുന്നു, ഒരു മാതാജിയുടെ ക്ലാസ്സും കേട്ടുകൊണ്ട് നേരം വെളുത്ത് കഴിഞ്ഞാൽ മണി അടിച്ചു കുറേ പൂജയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വലിയ സന്യാസിമാർ വന്നിരിക്കുന്നു, ഇവിടെ ഹരേ കൃഷ്ണയുടെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ വീട്ടിൽ കളിയാക്കും. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, അയ്യോ എൻ്റെ പൊന്നു മൂടാ, നിനക്ക് എന്തിൻ്റെ കാര്യം, നീ മൂടനാണല്ലോ, ഞങ്ങൾ ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയലെന്നറിയോ, നിങ്ങളുടെ പേരൊക്കെ ഗീതയിൽ ഭഗവാൻ വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? നല്ല രീതിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഹിംസാവാദികൾ, മൂഢർ, ധാഷ്ട്രം പിടിച്ചവർ, ദദ്രം പിടിച്ചവർ, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാറ്റഗറിയാണ് നിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളോട് സംസാരിക്കാൻ നല്ല ബുദ്ധിയുള്ള ഞങ്ങൾ റെഡിയല്ല എന്നങ്ങോട്ട് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സ്വയം അതിനെ ഒരു തമാശ രൂപേണ അങ്ങോട്ട് ഒഴിവാക്കുക. അല്ലാതെ നമ്മൾ വഴക്കിടാൻ പോവുകയാണെങ്കിൽ രജോ തമോ ഗുണങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും, സത്വഗുണം നമ്മളിൽ നിന്ന് മാറിപ്പോവും. ഓക്കെ, പിന്നെന്താ പറയുക വെച്ചാൽ, അതുകൊണ്ടാണ് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വിലയേറിയ സമയം പാഴാക്കരുതെന്ന് ഭഗവാൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ പോയിട്ട് വിശേഷിച്ച് നമ്മൾ അവരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, നന്നാവൂല. ചേമ്പിലപ്പുറത്ത് വെള്ളം ഒഴിച്ച പോലെയാവും, മനസ്സിലായില്ലേ? അങ്ങനെ കഥ ടെലിഫിലിം ആക്കണമെങ്കിൽ ഞങ്ങളുടെ വീട് മൊത്തം സിനിമയാണ്, അത് വേറെ കാര്യം. ഭയങ്കര അസ്വസ്ഥരായി പോകും നമ്മളൊന്ന് പറയുമ്പോൾ അവർ 4 പറയും. നമ്മൾ പറയുന്നതിന് ലിമിറ്റ് ഉണ്ടാവും. കാരണം എന്താ, നമുക്ക് ഭഗവാനോട് ഒരു അടുപ്പമുണ്ട്, പക്ഷെ അവർ പറയുന്നതിന് ലിമിറ്റ് ഉണ്ടാവില്ല. അവരെന്തും വിളിച്ചു പറയും, അവർ സാത്താന്മാരെ കൂട്ടത്തിൽ കൂടിയവരാ. അപ്പം നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, അവർ പറയുമ്പോൾ അല്ലെ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം വരും. അപ്പം ആ സങ്കടത്തിൽ നമ്മൾ പോയിട്ട് തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ പോവുക, നിങ്ങൾ കഴിക്കണോ കഴിച്ചോളൂ. അവസാനം നിങ്ങൾക്ക് ഡയാലിസിസ്, അതുപോലെ നിങ്ങൾക്ക് ആൻജിയോഗ്രാം, ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാലം വരും. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നിത്യ യൗവനമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കും എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാം. നമ്മൾ അവരെ തിരുത്താൻ പോകരുതെന്ന് ഭഗവാൻ കൃത്യമായിട്ട് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഭഗവാൻ അവരെ സ്കെച്ച് ചെയ്തിട്ടതാണ്. അടുത്ത കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും ആത്മാക്കൾ ഭൂമിയിൽ വേണം, അന്ന് നിങ്ങളെ പോലെയുള്ള ദുരാത്മാക്കൾ ഈ ഭൂമിയിൽ വരട്ടെ എന്ന് ഭഗവാൻ ഓൾറെഡി സ്കെച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല ആത്മാക്കളായിരിക്കുന്ന നമ്മളെല്ലാം ഭഗവാന്റെ അടുത്തേക്കും പോകും. ക്ലിയർ? ഭക്തരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കാൾ കനിവ് കാട്ടുന്നു, അല്ലേ? നമ്മളപ്പോൾ എന്താ ചെയ്യുക, അയ്യോ എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമാണ്, ഭഗവാനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭഗവാനെ ആരും അറിയുന്നില്ല, ഇവരെ എങ്ങനെയെങ്കിലും ഭഗവാനിലേക്ക് അടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവരോട് കനിവൊക്കെ കാണിക്കും. നിങ്ങൾ കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു നേരമൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. അടുത്ത നേരം പോയിട്ട് അവർ അൽഫാമും മേടിച്ച് തിന്നും. നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയും. ആ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാനെ അങ്ങോട്ടേക്ക് ഒരു വട്ടമെങ്കിലും വിളിക്കുക, അല്ലേ?
ഭഗവാനെ അങ്ങോട്ടേക്ക് റഫീഖ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാനെ ഒരു വട്ടമെങ്കിലും നമ്മൾ വിളിക്കുക. ആ ഒരു 10 മിനിറ്റ് നമ്മൾ ഭഗവാനെ വിളിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കുക. അവരെ നോക്കിയാൽ മതി, നോക്കിക്കൊണ്ട് ഭഗവാനെ വിളിച്ചാൽ മതി. അപ്പോൾ പിന്നെ അവർ മാറിക്കോളും. അയ്യോ എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ നോക്കിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ഏട്ടനോടൊക്കെ ചെയ്യാറ്. അവൻ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ പറയും, അമ്മ ഇവളെന്തോ പ്രാർത്ഥിക്കുന്നത് എന്നെ നോക്കിയിട്ട് എന്ന് പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അല്ലാതെ നമ്മൾ നമ്മുടെ വിലയേറിയ സമയം അവർക്കൊന്നും വേണ്ടി കളയരുത് കേട്ടോ. കാരണം അവർ ഓൾറെഡി ജനിക്കാനുള്ളവരാണ്. അപ്പം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അവർ ജനിച്ചോട്ടെ, ജനിച്ചവർ അനുഭവിച്ചോട്ടെ. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മൂഢന്മാരെ ചെന്ന് കണ്ട് കൃഷ്ണാവബോധഭരിതമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഉൾപ്പെടെ സകല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഏറ്റെടുക്കുന്നു. അവരെ ഒരിക്കലും നന്നാക്കാൻ പോയിട്ട് നമ്മൾ എന്താ പറയുക, ഉപദേശിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവർ നന്നാവൂല ഒരു കാലയോ. കൊച്ചു കുട്ടികളൊന്നും നല്ല പൊന്നു മാതാജി, അവിടെ അടിയോടടി പൊരിഞ്ഞടിയാ ഞാനോ അവനും ഭയങ്കര അടിയാ. ഞങ്ങൾക്ക് മക്കളായി, അവരമ്മിൽ അടി ഉണ്ടാക്കില്ല. അവർ 3 പേരും വലിയ കൂട്ടാ, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും അടിയാ. അപ്പം അതൊരു സ്നേഹം കൊണ്ടുള്ള ഒരു ബന്ധമാണ്. ഒരു നേരം എൻ്റെ ഫോൺ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അവനിങ്ങനെ ചോദിക്കും, അമ്മ അവള് വിളിച്ചില്ലേ? അപ്പം അമ്മയ്ക്ക് നിനക്കെന്താ വിളിച്ചാ? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ വെറുതെ എന്നോട് ചൊറിയാൻ വരും. ഞാൻ പറയും, നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, എന്തോ കാര്യമുണ്ടല്ലോ. അപ്പം അവൻ പറയും, സ്നേഹം കാണിച്ചാലും ഇവക്ക് മനസ്സിലാവില്ലമ്മ, ഇവൾ എന്തോന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന അമ്മ, കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവളെ മനസ്സ് മുഴുവൻ കുടിലതയാണെന്നാ പറയാ. ഞാൻ പറയും, നീ കണ്ടോ എൻ്റെ മനസ്സ് കുടിലതയായത്? നീയാണ് എൻ്റെ മനസ്സ് കുടിലതയാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങും. എന്നിട്ട് അച്ഛൻ വിളിച്ച് എന്നെ ഉപദേശിക്കും, നീ എന്തുമാത്രം ഭാഗവതം പറയുന്ന അമ്പിളി, നീ എന്തുമാത്രം ഗീത പറയും, നീ 10 പേരെ ഉപദേശിക്കുന്ന ഒരാളല്ലേ, നീ എന്തിനാ അവനോട് ചൊറിയുന്നത്? ഞാൻ പറഞ്ഞു, അപ്പം അവൻ എന്തിനാ എന്നെ ചൊറിഞ്ഞു? അവനല്ലേ ആദ്യം ചൊറിഞ്ഞത്. അപ്പം അമ്മ ചോദിക്കും, നീ എന്തിനാ ഫോൺ എടുത്തു? ഞാൻ പറഞ്ഞു, അവൻ എന്തിനാ എന്നെ വിളിച്ചു? ഇങ്ങനെ. പക്ഷെ അതിൽ ഞാൻ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നു. മനസ്സിലായില്ലേ? കാരണം അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് വഴക്കിടാൻ പറ്റുന്ന എൻ്റെ ബ്രദറിനോടല്ലേ, വേറെ ആരോടെങ്കിലും പറ്റൂ? അപ്പം അങ്ങനെ ഒരു സന്തോഷം, അങ്ങനെ ഒരു സമാധാനം, അങ്ങനെ ഒരു കളി ചിരി, അത് എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വെക്കുക. നമ്മൾ എന്തോ സംഭവമായെന്നൊരു തോന്നൽ വേണ്ട. കുഞ്ഞിലേ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിനോട്, അത് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. മനസ്സിലായില്ലേ? അതിലൊരു ആനന്ദമുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പെട്ട് ജീവൻ പോയി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാനെന്നൊരു വ്യക്തി ഞാനല്ലാതെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവനും ശ്വാസവും കൊടുത്താണ് ഞാൻ അവനെ ജീവിതത്തിലേക്ക്. ആ നല്ല ആള് ലൈവിലുണ്ടോന്നോ? ഫേസ്ബുക്ക് ഉണ്ട് അവന്? ഉണ്ട്. ലൈവിലൊന്നും വരത്തില്ല. അവൻ യൂട്യൂബിലൊക്കെ കാണും. ലൈവിലൊക്കെ വന്ന് അവന് കമൻ്റ് ഒന്നും ഇടുകയൊന്നുമില്ല. യൂട്യൂബിൽ കണ്ടിട്ട് എന്നെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ വീട്ടിൽ കയറിയാൽ തന്നെ അവൻ ആദ്യം എൻ്റെ വീഡിയോസ് എടുത്തിട്ട് അവൻ നേരെ ടി വിയിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ടി വിയിൽ കണക്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. അത് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. ഞാൻ പറയും, നീ എന്താ ഇപ്പം ഇങ്ങനെ കാണിച്ചത്? അന്നേരം പറയാം, ഇവളുടെ ഒരു കാര്യം നോക്കണേ, നീ ഇവിടെ കാലും കയറ്റി വെച്ച് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ഒരു ദിവസം നിന്റെ ഫോൺ എടുത്ത് ലൈവ് ഇടുന്നു. അങ്ങനെയൊക്കെ പറയാം. നീ ഇവിടെ തറയിലിരുന്ന് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊരു സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കുമല്ലോ. അപ്പം എന്നോട് പറയും, നീ ഇവിടെ ഇങ്ങനെയൊക്കെ, നീ വലിയ മാതാജി, മാതാജി ആരാന്ന് ഞാൻ ഇപ്പം കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് അത് ഞാൻ ലൈവ് ഇടും. നീ വീട്ടിൽ എങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇടും. ഞാൻ പറയാം, എൻ്റെ വീട് എൻ്റെ സ്വാതന്ത്ര്യം. ആഹാ അതെ. ഞാൻ പറയാം, അതെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ്. ഏട്ടൻ്റെ മക്കൾ പറയും, തുടങ്ങി എന്നും പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു രസം, ആ ഒരു കളി ചിരി, അതിന് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും നമ്മളെ വീടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാത്തിരിപ്പാണ് അല്ലേ, അതൊരു സ്ഥലമാണ്, ആ ഒരു സന്തോഷം. പക്ഷെ ഞാൻ അവിടുന്ന് എൻ്റെ സമയപരിധി കൊണ്ട് ഞാൻ പോകുമ്പോഴേക്കും അവർക്കൊക്കെ ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്താൽ തന്നെ, എനിക്ക് ടിക്കറ്റ് എൻ്റെ വാട്സപ്പിൽ വന്നാൽ തന്നെ പിന്നെ ആ സന്തോഷമൊക്കെ അവിടെ നിന്ന് പോകാൻ ഇനിയും 2 ദിവസം 3 ദിവസം ഉണ്ടാവും. പക്ഷെ അപ്പോഴേക്കും അതെല്ലാം മാറും. പിന്നെ അവൻ ഓരോന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അമ്മനോട്, അമ്മ അവളെ പെട്ടിയിൽ വെച്ച് കൊടുക്കുക, അവൾക്ക് കൊടുക്കുക, അമ്മ അവൾക്കത് കൊടുക്കമ്മ, നിമിഷേ നീ അതെടുത്ത് അവൾക്ക് കൊടുക്ക്, അങ്ങനെ പറയും. അമ്മനോട് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറ. അവൻ്റെ മക്കളെ പറഞ്ഞു വിടും. മക്കളും വന്നിട്ട് വിഷമം, അമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ. ഞാൻ പറയും, നിൻ്റെ അച്ഛനെ കൊണ്ട് എനിക്ക് സ്വൈര്യമില്ലേ മക്കളെ, ഞാൻ പോവാ, അവനെ ഭയങ്കര ശല്യമാണ് അവൻ എന്ന് പറയും. എന്നിട്ട് അവനിങ്ങനെ വിഷമിക്കും. അച്ഛനും അതെ. അത് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷമാണത്. ആ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളാണ്. പക്ഷെ അവിടെ നോൺ കഴിക്കുന്നവരുണ്ട്, ഞാൻ വെജാണ്. അപ്പം ആ സാഹചര്യത്തെ നമ്മൾ ഒരു പോസിറ്റീവ് വൈബാക്കി മാറ്റണം. അല്ലാതെ നമ്മളൊരു
റിയാക്ഷൻ മനോഭാവത്തോടു കൂടി നമ്മൾ ഇടപെടരുത്. അമറൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അമറിനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. അമർ, സുജാത മാതാജി ഇവരൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ്, മീൻസ് ഞാൻ മറ്റേ ഇസ്കോൺ കോഫി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരിക്കലും കൃഷ്ണാവബോധമുള്ള, എന്താ പറയുക, താങ്ക് യു മിനി മാതാജി, കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തികളായി മാറിക്കഴിയുമ്പം എല്ലാ സാഹചര്യത്തെയും നമ്മൾ അതിജീവിക്കണം. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ വരച്ച പർട്ടിക്കുലർ ലൈനിലൂടെ തന്നെ പോകും എന്ന് നമ്മൾ പറയരുത്. അങ്ങനെ പോയാൽ നമുക്ക് ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല, മിത്രങ്ങളൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നമ്മളെല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് എല്ലാ അവസ്ഥകളിലൂടെയും നമ്മൾ ജീവിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. മനുഷ്യവർഗത്തിന് അത്യാവശ്യമാണ് കൃഷ്ണാവബോധ പ്രവർത്തനം, അല്ലെ? കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലിട്ട് ആണിയടിച്ച് പൂട്ടി വെച്ച ഒന്നല്ല. കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യമാണ്. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറന്ന് ആനന്ദ നൃത്തമാടുന്ന അതേ ഒരു സ്വാതന്ത്ര്യ മനോഭാവമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ആ കൃഷ്ണാവബോധത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ സാഹചര്യത്തെയും അതിജീവിച്ച് എല്ലാ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി നല്ല സ്വാത്വികതയോടുകൂടി നമ്മളിങ്ങനെ പോവുക. ആ സ്വാത്വികതയാണ് നമ്മളെ എന്നും ജീവിതത്തിൽ സമാധാനം കണ്ടെത്തി തരുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത് പോസിറ്റീവായിട്ട് നമ്മൾ മാറ്റുക. ഏത് സ്ഥലത്ത് പോയിരുന്നാലും അതിലൊരു പോസിറ്റീവ് നമ്മൾ കാണുക. ഏത് സാഹചര്യവും ആയിക്കോട്ടെ, ഏത് സ്ഥലവും ആയിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, ആ സ്ഥലത്തെ പോസിറ്റീവാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ പോസിറ്റീവാക്കി മാറ്റണമെങ്കിൽ നമ്മളിൽ ആദ്യം ഒരു പോസിറ്റീവ് ഉണ്ടാവണം. നമ്മളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ആദ്യം കൃഷ്ണാവബോധം വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം. ഹരേ കൃഷ്ണ. ഒരു 10 നിമിഷം കഴിച്ച് കോൾ പண்றேன். 10 നിമിഷം കഴിച്ച്. ഓക്കെ, അപ്പോൾ 30ാമത്തെ ശ്ലോകം നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചെടുക്കാം. ബെസ്റ്റ്. ടാറ്റാ. ഹാപ്പി. പന്ത്രണ്ട് 5 ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ, പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വരാം. ഹാപ്പി. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ആരോടും വഴക്കിനൊന്നും പോവരുത്. എല്ലാ സാഹചര്യവും പോസിറ്റീവ് ആക്കാം. പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വരാം. സപ്പോസ് ഇന്ന് നിൽക്കുകയാണോ പോവുകയാണോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. എന്തെങ്കിലും ഷെഡ്യൂൾ ചേഞ്ച് ഉണ്ടോ എല്ലാം ഞാൻ പറയാം കേട്ടോ. മാക്സിമം ഞാൻ പോവും. കാരണം എനിക്ക് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ മെസ്സേജ് വരും. വന്നുകൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ. ആർക്കെങ്കിലുമൊക്കെ ന്യൂ ഇയർ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് മുതൽ കൃഷ്ണാവബോധം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു. അതുപോലെ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. നോക്കട്ടെ, രാത്രി പറ്റിയാലെടുക്കാം. ഹരേ കൃഷ്ണ.